നെക്സ്റ്റ് ടോപ്പിക് നമ്മൾ ഇന്നലെ എടുത്ത 9th ചാപ്റ്റർ അല്ലായിരുന്നോ? നമുക്ക് നെക്സ്റ്റ് ടോപ്പിക് 10th ചാപ്റ്റർ യൂണിറ്റ് 10 IoT ആപ്ലിക്കേഷൻ ഡിപ്ലോയ്മെന്റ്. IoT ആപ്ലിക്കേഷൻ ഡിപ്ലോയ്മെന്റ് ആണ് നമുക്ക് ഇന്ന് എടുക്കാനുള്ളത്. അതിനകത്ത് നമുക്ക് IoT ആപ്ലിക്കേഷൻ എസെൻഷ്യൽ റിക്വയർമെന്റ്സ്, ചലഞ്ചസ് ഇൻ IoT ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റ്, IoT ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റ് ഫ്രെയിംവർക്ക്, ഓപ്പൺ സോഴ്സ് IoT പ്ലാറ്റ്ഫോം, IoT ആപ്ലിക്കേഷൻ ടെസ്റ്റിംഗ് സ്ട്രാറ്റജീസ്, സെക്യൂരിറ്റി ഇഷ്യൂസ് ഇൻ IoT, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് ഇതിനകത്ത് പഠിക്കാനുള്ളത്. ഇപ്പൊ ഇനി IoT എന്താണെന്നും അതിന്റെ കൺസെപ്റ്റും എല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലെല്ലാം റീഡ് ചെയ്ത് വെച്ചതാണ്. അപ്പൊ നമുക്ക് നേരിട്ട് നോക്കാം. അതായത് 10.2 10.1 ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ, 10.0 ജസ്റ്റ് ഇൻട്രൊഡക്ഷനെ പറയുന്നുള്ളൂ. 10.1 ഈ ഒരു ചാപ്റ്ററിനെ സംബന്ധിച്ചുള്ള ഒബ്ജക്റ്റീവ് ആണ് പറയുന്നത്. 10.2 അതായത് എന്തൊക്കെ റിക്വയർമെന്റ്സ് വേണം IoT ആപ്ലിക്കേഷൻസ് നമ്മൾ എടുക്കാൻ പോകുമ്പോൾ. ഈ ആപ്ലിക്കേഷൻസും അതിന്റെ ടൂൾസും എല്ലാം നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ എന്തൊക്കെ നമ്മൾ മുൻകരുതലുകൾ, റിക്വയർമെന്റ്സുകൾ എടുക്കണം എന്നാണ് പറയാൻ പോകുന്നത്. ഫസ്റ്റ് വൺ പറഞ്ഞ അഡാപ്റ്റബിലിറ്റി. അഡാപ്റ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ IoT സിസ്റ്റം will consist of several nodes which will be resource constrained, mobile and wirelessly connected to the internet. അതായത് IoT സിസ്റ്റത്തിനകത്ത് പല നോഡുകളുണ്ട്, നമുക്കതറിയാം. which will be resource constrained, mobile and wirelessly connected to the internet. എങ്ങനെയായിരിക്കും ഇന്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്? റിസോഴ്സസ് എല്ലാം കണക്ട് ചെയ്തിട്ടുണ്ട്, വയർലെസ് ആയിട്ട് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡ്യൂ ടു ദി ഫാക്ടേഴ്സ് സച്ച് ആസ് പുവർ കണക്ടിവിറ്റി ആൻഡ് പവർ ഷോർട്ടേജ്, നോട്ട്സ് ക്യാൻ ബി കണക്റ്റഡ് ആൻഡ് ഡിസ്കണക്റ്റഡ് ഫ്രം സിസ്റ്റം ആർബിറ്റർലി. അതായത് പുവർ കണക്ഷൻ ആണ്, അല്ലെങ്കിൽ പുവർ കണക്ഷനോ അല്ലെങ്കിൽ നമുക്ക് പവർ ഷോർട്ടേജോ വന്നാൽ ഈ കണക്ഷൻസ് ഫെയിൽ ആയി പോകാം. അപ്പൊ നമുക്ക് ഈ ഒരു ഫംഗ്ഷനിങ്, അതായത് IoT യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ എടുക്കാൻ പോകുന്ന ടൂൾസുകളോ അല്ലെങ്കിൽ നമ്മൾ അവിടെ നിന്ന് എടുക്കാൻ പോകുന്ന ഡേറ്റാസിനോ ഒക്കെ ഒരു ഡിസ്കണക്ഷൻ സംഭവിച്ചാൽ പിന്നെ നമുക്കത് റിസീവ് ചെയ്യാൻ പറ്റാതെ വരും. Furthermore, the state, location and computing speed of these nodes can change dynamically. അതായത് ഇങ്ങനെ വരുന്ന ഈ സ്റ്റേറ്റോ ലൊക്കേഷനോ അതിന്റെ സ്പീഡോ ഒക്കെ ചിലപ്പോൾ അങ്ങനെ ചേഞ്ച് ചെയ്യാം, ഡൈനാമിക്കലി ചേഞ്ച് ചെയ്ത് പോകാം. All these factors can make IoT system to be extremely dynamic. In a physical environment that is highly dynamic, IoT application need to be self-adaptive to manage the communication between the nodes and services using them. അതായത് IoT ആപ്ലിക്കേഷൻസ് നമ്മൾ ഏതെടുത്താലും അതിന് അഡാപ്റ്റീവ് ടു മാനേജ് ദി കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ നോട്ട്സ് ആൻഡ് സർവീസസ്. അതായത് IoT ഡിവൈസസിൽ ഏത് നോട്ട് എടുത്താലും അതുപോലെ ഏത് സർവീസ് എടുത്താലും അത് മാനേജ് ചെയ്യണം, ആ കമ്മ്യൂണിക്കേഷനെ മാനേജ് ചെയ്യാനുള്ള ആപ്ലിക്കേഷൻസ് അതിനകത്ത് വേണം. അതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അഡാപ്റ്റബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് IoT application should be self-optimizing, self-protecting, self-configuring, resilient and energy efficient ആയിരിക്കണം എന്നാണ് ആ പോയിന്റ് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് ഇന്റലിജൻസ്. ഇന്റലിജൻസ് പറയുമ്പോൾ ഇന്റലിജന്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ബുദ്ധിയൊക്കെയാണ് നമ്മൾ ഇന്റലിജന്റ് എന്ന് പറയുന്നത്, അല്ലേ? അപ്പൊ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാലോ, ഇന്റലിജന്റ് തിങ്സ് ആൻഡ് സിസ്റ്റംസ് ആർ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് IoT. അതായത് ഇന്റലിജന്റ് തിങ്സ് ആൻഡ് സിസ്റ്റം ഓഫ് സിസ്റ്റംസ് ആർ ദി ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് IoT. IoTയുടെ ബിൽഡിംഗ് ബ്ലോക്സ് ആണ് ഏത്? ഇന്റലിജന്റ് തിങ്സ് എന്ന് പറഞ്ഞാൽ. അതായത് ബുദ്ധിപരമായ കാര്യങ്ങളും സിസ്റ്റങ്ങളുടെ സംവിധാനവുമാണ് IoT ആപ്ലിക്കേഷന്റെ നിർമ്മാണ ബ്ലോക്കുകൾ എന്ന് പറയുന്നത്. അതായത് ബുദ്ധിപരമായ ഇന്റലിജന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, തിങ്സുകൾ വരണം. എന്നിട്ട് സിസ്റ്റങ്ങൾ എങ്ങനെയാണ്? സിസ്റ്റം ഓഫ് സിസ്റ്റംസ് എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അതായത് സിസ്റ്റങ്ങളുടെ സംവിധാനം എങ്ങനെയാണ്? ഇത് IoT ആപ്ലിക്കേഷന്റെ നിർമ്മാണ ബ്ലോക്കുകളായിരിക്കണം. അതാണ് ഇന്റലിജൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലേറ്റ് കമർ ശ്രദ്ധിച്ചോ, 10th ചാപ്റ്റർ ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. 10th ചാപ്റ്ററിലെ ഫസ്റ്റ് പോയിന്റ് IoT ആപ്ലിക്കേഷൻ എസെൻഷ്യൽ റിക്വയർമെന്റ്സിനകത്ത് ഫസ്റ്റ് അഡാപ്റ്റബിലിറ്റി ആണ് പറഞ്ഞത്, സെക്കൻഡ് വൺ ഇന്റലിജൻസ് ആണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. IoT applications will power IoT enabling technologies in transferring everyday objects into smart objects that can be understand and obtain intelligence by making or enabling context related decisions, resulting in the execution of task independently without human intervention. അതായത് മനുഷ്യന്റെ ഒരു ഇടപെടൽ കൂടാതെ നമുക്ക് എല്ലാ കാര്യങ്ങളും ആക്സസ് ചെയ്യാൻ, അതായത്
ഇന്റർനെറ്റ് ടെക്നോളജീസ് അല്ലെങ്കിൽ ഇന്റർനെറ്റ് ആപ്ലിക്കേഷൻ യൂസ് ചെയ്തുകൊണ്ട് എന്ത് കാര്യങ്ങളും എവരിഡേ ഒബ്ജക്ട്സ് ഇൻറ്റു സ്മാർട്ട് ഒബ്ജക്ട് അല്ലെ, എന്തായാലും നമ്മൾ സ്മാർട്ട് സ്മാർട്ട് രീതിയല്ലേ, അത് അവിടുന്ന് എന്ത് വേണമെങ്കിലും നമുക്ക് എന്ത് ഡിസിഷൻ എടുക്കാനും എന്തെങ്കിലും റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എടുക്കാനും അല്ലെങ്കിൽ ഒരു ടാസ്ക് എക്സിക്യൂട്ട് ചെയ്യാനും എല്ലാം ഹ്യൂമൻ ഇന്റർവെൻഷൻ കൂടാതെ നമുക്ക് എടുക്കുക. അത് എന്താണ് IoT ആപ്ലിക്കേഷൻ. ഏത് ആപ്ലിക്കേഷൻ വന്നാലും അങ്ങനെ ഒരു കാര്യം വേണം എന്നുള്ളത് IoT ആപ്ലിക്കേഷന്റെ ഒരു റിക്വയർമെന്റ് ആണ്. അപ്പൊ സെക്കൻഡ് വൺ പറഞ്ഞു ഇന്റലിജൻസ്. ഇനി തേർഡ് വൺ പറയുന്നത് റിയൽ ടൈം. റിയൽ ടൈം എന്ന് പറയുന്നത് എ നമ്പർ ഓഫ് IoT ഡൊമൈൻസ് ദി ടൈംലി delivery of data and services. For instance, consider IoT in scenarios such as telemedicine, patient care, and vehicle-to-vehicle communication, where a delay in seconds we have a dangerous consequence. അതായത് നമ്മളിപ്പോ ഒരു IoT ഡൊമൈനുകളുടെ എണ്ണത്തിന് ഡേറ്റയും സേവനങ്ങളും സമയബന്ധിതമായി നമുക്കൊരു ടൈമിനുള്ളിൽ സമയബന്ധിതമായി നമുക്ക് വിതരണം ചെയ്യണം, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം പോകണം അല്ലെ. അതിലിപ്പോ ഒരു ടെലിമെഡിസിൻ, പേഷ്യന്റ് കെയർ, വെഹിക്കിൾ ടു വെഹിക്കിൾ കമ്മ്യൂണിക്കേഷൻ, പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പോകാൻ, വേറെ ഡിലേ ഇൻ സെക്കൻഡ്സ്, അങ്ങനെ നമുക്ക് എന്തെങ്കിലും ഒരു കമ്മ്യൂണിക്കേഷൻ വരുന്നതിനകത്ത് ഒരു പേഷ്യന്റിനെ കെയർ ചെയ്യാൻ വന്ന അതിനകത്ത് എന്തെങ്കിലും അങ്ങനെ ഒരു ഡിലേ, ഒരു സെക്കൻഡ് ഡിലേ വന്നാൽ ഡേഞ്ചറസ് കോൺസിക്വൻസ് ആയിരിക്കും വരുന്നത് അല്ലെ. അതായത് ഗുരുതരമായ കോൺസിക്വൻസ്, പ്രത്യാഘാതങ്ങളായിരിക്കും വരുന്നത്. അപ്പൊ റിയൽ ടൈമിൽ ഇത് വർക്ക് ചെയ്യണം. അത് IoT ആപ്ലിക്കേഷന്റെ ഒരു റിക്വയർമെന്റ് ആണ്. Environments where options are time critical will require IoT applications that provide on-time delivery of data and services. ടൈമിനുള്ളിൽ നമുക്ക് കൃത്യസമയത്തിനുള്ളിൽ കാര്യങ്ങൾ അങ്ങനെ തന്നെ സ്മൂത്ത് ആയിട്ട് പോകാനുള്ള ഇത് നമ്മൾ ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത്. അതായത് ഒരു IoT ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുമ്പോൾ അതിന്റെ റിക്വയർമെന്റ്സിനകത്ത് റിയൽ ടൈം ആയിരിക്കണം എന്ന് പറയുന്നത്. ഫോർത്ത് പോയിന്റ് പറഞ്ഞത് സെക്യൂരിറ്റി. നമുക്കിപ്പോ അറിയാം, നമ്മൾ എല്ലാ കാര്യം പറയുന്നതിനകത്ത് ഏറ്റവും മെയിൻ ഒരു അഡ്വാൻറ്റേജസും ഡീമെറിറ്റും ആയിട്ട് പറയാൻ പറ്റുന്നത് സെക്യൂരിറ്റിയാണ് അല്ലെ. പ്രൈവസി, ട്രസ്റ്റ്, കോൺഫിഡൻഷ്യാലിറ്റി, ഇന്റഗ്രിറ്റി ആർ കൺസിഡേർഡ് ഇമ്പോർട്ടന്റ് സെക്യൂരിറ്റി പ്രിൻസിപ്പിൾസ് ഫോർ IoT ഡ്യൂ ടു ദി ലാർജ് നമ്പർ ഓഫ് ഡിവൈസസ്, സർവീസസ് ആൻഡ് പീപ്പിൾ കണക്റ്റഡ് ടു ദി ഇന്റർനെറ്റ്. അതായത് നമ്മളൊരു കാര്യം കയറി ചെയ്ത് നമുക്കത് പ്രൈവറ്റ് ആയിരിക്കണം, പ്രൈവസിയോടെ വേണം നമ്മൾ പറയും അല്ലെ. നമ്മളൊരു സൈറ്റിൽ കയറി നോക്കിയാലോ, നമ്മളൊരു റീല് കണ്ടാലോ നമുക്കതൊരു പ്രൈവസി വേണം, അതായത് ട്രസ്റ്റ്, വിശ്വസിക്കാൻ പറ്റിയതായിരിക്കണം. നമ്മളൊരു ഫോട്ടോ അപ്ലോഡ് ചെയ്താൽ ആ സൈറ്റിൽ നിന്ന് ചോർത്തിക്കൊണ്ട് പോകാതിരിക്കാൻ വിശ്വസിക്കാൻ ട്രസ്റ്റ് വേണം. കോൺഫിഡൻഷ്യാലിറ്റി, ഇന്റഗ്രിറ്റി, അതൊക്കെ നമ്മൾ ഇന്നലെ പറഞ്ഞു, അങ്ങനെ കോൺഫിഡൻഷ്യൽ ആയിരിക്കണം. അതായത് നമ്മൾ അത് എങ്ങനെ സെക്യൂർ ആയിട്ട് വെക്കണം. ഇന്റഗ്രിറ്റി, ഇതെല്ലാം സെക്യൂരിറ്റി പ്രിൻസിപ്പിൾസ് ആണ്. ഡ്യൂ ടു ലാർജ് നമ്പർ ഓഫ് ഡിവൈസസ്, സർവീസസ് ആൻഡ് പീപ്പിൾ ആർ കണക്റ്റഡ് ടു ദി ഇന്റർനെറ്റ്. ഇന്റർനെറ്റുമായിട്ട് ഇന്ന് ലാർജ് ഡിവൈസസും സർവീസസുകളും ഉണ്ട്. ഇന്റർനെറ്റിൽ ഒരുപാട് സർവീസസുകളുണ്ട്. അത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് ജനങ്ങൾ അത് ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. കോവിഡിന് മുന്നേ വരെ നമ്മൾ അത്രയും ഒരു ഇന്റർനെറ്റ് യൂസ് ചെയ്യുന്നില്ലായിരുന്നു. ഉണ്ടെന്ന് ചോദിച്ചുകൊണ്ട് ആവശ്യമുള്ളവർ ഇപ്പം ഏത് ജോബാണ് ചെയ്യുന്നത് അവർക്ക് അവരുടെ ഇന്റർനെറ്റ് യൂസ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യാം. പക്ഷെ നമ്മൾ കോവിഡ് കാലം തൊട്ട് നമ്മൾ ഇന്ന് കുഞ്ഞു കുട്ടികൾ അന്ന് മുതൽ അല്ലെ ക്ലാസ് പോലും ഓൺലൈൻ ആയി പോയതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരുപാട് ജനങ്ങൾ ഇന്റർനെറ്റ് യൂസ് ചെയ്യുന്നതുകൊണ്ട് സെക്യൂരിറ്റി ഒരു മെയിൻ ആസ്പെക്ട് ആണെന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങളെ ആണെങ്കിലും എക്സാമ്പിൾ ഇവിടെ ക്ലാസ്സുകളൊക്കെ ഇപ്പൊ ഓൺലൈൻ അല്ലേ വരുന്നത്, പണ്ടൊക്കെയാണ് ഓഫ്ലൈൻ ആയിരുന്നു അല്ലേ എന്ന് പറയുന്നത്. അപ്പൊ ഒരുപാട് ജനങ്ങളാണ് ഇപ്പൊ ഇന്റർനെറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പൊ സെക്യൂരിറ്റി ഒരു മെയിൻ ആസ്പെക്ട് ആണെന്ന് പറയുന്നുണ്ട്. ദീസ് പ്രിൻസിപ്പിൾസ് ആർ ദി ടോപ്പ് പ്രയോറിറ്റി ആൻഡ് എസെൻഷ്യൽ റിക്വയർമെന്റ്സ് ഫോർ IoT ആപ്ലിക്കേഷൻസ്. പിന്നെ അടുത്ത പോയിന്റ് പറയുന്നത് 10.2.5 ആണ്. അവിടെ നമ്പറിങ് മാറിപ്പോയി. റെഗുലേഷൻ കംപ്ലൈന്റ്. അതായത് നമ്മൾ ഇതൊക്കെ യൂസ് ചെയ്യുമ്പോൾ കുറെ റെഗുലേഷൻസ് ഉണ്ട്. അതൊക്കെ നിയന്ത്രണങ്ങളൊക്കെ നമ്മൾ പാലിക്കണം. അതായത് IoT ആപ്ലിക്കേഷൻസ് may collect sensitive personal information about people's daily activities such as detailed household energy usage profile and travel history. അതായത് നമ്മൾ ഇന്നിപ്പോ ഒരു ആപ്ലിക്കേഷൻ IoT ആപ്ലിക്കേഷൻസ് എന്തൊക്കെ കളക്ട് ചെയ്യും? സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് ആയിരിക്കും കളക്ട് ചെയ്യുന്നത്. അതായത് ജനങ്ങളെ സംബന്ധിച്ചിട്ട് സെൻസിറ്റീവ് ഇൻഫോ, അത് ട്രസ്റ്റ് ആയിട്ട് അല്ലെ ജനങ്ങൾക്ക് വിശ്വസിക്കണം. എന്റെ ഒരു ഡേറ്റ അവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അവിടെ സെക്യൂർ ആയിട്ടിരിക്കണം. അതുകൊണ്ട് നമ്മൾ കുറെ റെഗുലേഷൻ കംപ്ലൈന്റ് നോക്കണം എന്നാ പറയുന്നത്. അതായത് മെനി പീപ്പിൾ കൺസിഡർ ദിസ് ഇൻഫോർമേഷൻ ആർ കോൺഫിഡൻഷ്യൽ. എല്ലാവർക്കും അറിയാം ഇത് കോൺഫിഡൻഷ്യൽ ആയിരിക്കും എന്നുള്ളത്. പക്ഷെ എന്നാലും നമുക്കൊരു സംശയം വരത്തില്ലാണോ അല്ലെ. നമ്മളിപ്പം സോഷ്യൽ മീഡിയ സൈറ്റുകളൊക്കെ ആണെങ്കിൽ നമ്മൾ ബ്ലോക്ക് ചെയ്തൊക്കെ ഇടാറില്ലേ അല്ലെ. അവിടുന്ന് ഡാറ്റ ചോർത്തു അല്ലെങ്കിൽ നമ്മുടെ പ്രൊഫൈൽ നമ്മൾ ലോക്ക് ചെയ്തിടാം. When such information is exposed to the internet, there is possibility of privacy leakage
ആൻഡ് ദിസ് കുഡ് അഫക്ട് ദി പ്രൈവസി ഓഫ് ദി ഇൻഡിവിജ്വൽ. അതെ, പ്രൈവസി, അതായത് എല്ലാവർക്കും അറിയാം അവനവന്റെ പ്രൈവസി ആരും നമുക്കൊരു പ്രൈവറ്റ് ആയിട്ട് ഇത് ചെയ്ത് വെക്കണം, അത് അങ്ങനെ പബ്ലിക്കിന് കാണണ്ട, നമുക്ക് പ്രൈവസി വേണം എന്നുള്ളത് കൊണ്ട് അങ്ങനെ നമ്മുടെ ഡേറ്റ ഒന്ന് ലീക്കേജ് ചെയ്ത് പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. അപ്പൊ ഈ 5 പോയിന്റ്, ഇവിടെ 4 വരെ നമ്പറിങ് തെറ്റിപ്പോയതാണ്, ഈ 5 പോയിന്റ് മെയിൻ ആയിട്ട് ഓർക്കുക. അതായത് IoT ആപ്ലിക്കേഷൻ എസെൻഷ്യൽ റിക്വയർമെന്റ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാല് ഇന്റലിജൻസ്, അഡാപ്റ്റബിലിറ്റി, റിയൽ ടൈം, സെക്യൂരിറ്റി, റെഗുലേഷൻ, കംപ്ലൈന്റ്. ഈ മെയിൻ പോയിന്റ്സ് എഴുതിയിട്ട് നിങ്ങളുടെ സെന്റൻസിൽ അത് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ചലഞ്ചസ് ഇൻ IoT ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റ്. എന്തൊക്കെ ചലഞ്ചസ്, വെല്ലുവിളികൾ നമുക്ക് നേരിടാം? അത് കുറെ ഉണ്ട്, ഇവിടെ കുറെ പറയുന്നുണ്ട്. നമ്മളെല്ലാം മുൻകൂട്ടി കരുതി കണ്ടിരിക്കണം എന്നാണ് മെയിൻ ആയിട്ട് ഓർക്കേണ്ടത്. നമുക്കതിനകത്ത് പലതരത്തിലുള്ള പ്രാവീണ്യം വേണം. അതുപോലെ ഡേറ്റയെ മാനേജ് ചെയ്യാൻ പറ്റണം, ആപ്ലിക്കേഷൻ ഒക്കെ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം. പിന്നെന്താ, ഒരു ആപ്ലിക്കേഷൻ തന്നെ പല ഇന്റർഡിപെൻഡൻസി വേണം. പിന്നെ പല ഓഹരി ഉടമകളൊക്കെ വരുമ്പോൾ അതിനെ ഒന്ന് മാനേജ് ചെയ്യാൻ പറ്റണം. ഗുണനിലവാരമൊക്കെ വിലയിരുത്തണം എന്നൊക്കെ പറയും. കുറെ കാര്യങ്ങൾ ഞാൻ പറയുന്നത്, നമുക്ക് ഓരോ പോയിന്റ്സും നോക്കാം. ഫസ്റ്റ് വൺ പറയുന്നത് ഇൻഹെറന്റ്ലി ഡിസ്ട്രിബ്യൂട്ടഡ്. IoT applications are typically distributed across several component systems. Basically, some IoT application components will be implemented in the cloud or fog. അതായത് സാധാരണയായി IoT ആപ്ലിക്കേഷൻ കമ്പോണൻസ് ക്ലൗഡ് അല്ലെ ഫോഗിലാണ് നടപ്പിലാക്കുന്നത്. ക്ലൗഡ് എൻവയോൺമെന്റിലെ ഫോഗ് കമ്പ്യൂട്ടിങ്ങും എഡ്ജ് കമ്പ്യൂട്ടിങ്ങും നമ്മൾ അടുത്ത ചാപ്റ്റർ വരുന്നുണ്ട് കേട്ടോ. സാധാരണ IoT ആപ്ലിക്കേഷൻ നമ്മളിപ്പോ പഠിച്ചനുസരിച്ച് നമ്മൾ ക്ലൗഡിലാന്ന് പറയുന്നുണ്ട്. അപ്പൊ റിയൽ ടൈം അനലൈസിസ്, അതായത് ഡേറ്റ എടുക്കൽ തുടങ്ങിയ പ്രവർത്തനങ്ങളൊക്കെ IoT ഡിവൈസിൽ നടപ്പിലാക്കുമ്പോൾ എൻഡ് യൂസേഴ്സുമായിട്ട് IoT സിസ്റ്റം ഇന്ററാക്ട് ചെയ്യാൻ അനുവദിക്കണം. അങ്ങനെ അനുവദിക്കുന്ന ആപ്ലിക്കേഷൻ വേണം നമുക്ക്. അതാണ് ഇൻഹെറന്റ്ലി ഡിസ്ട്രിബ്യൂട്ടഡ് എന്നുള്ള ആ ഒരു പാരഗ്രാഫ് കൊണ്ട് പറയുന്നത്. അതായത് വൈൽ ഫംഗ്ഷനാലിറ്റി സച്ച് ആസ് റിയൽ ടൈം അനലൈസിസ് ആൻഡ് ഡേറ്റ അക്വിസിഷൻസ് ആർ ഇംപ്ലിമെന്റഡ് ഇൻ IoT ഡിവൈസസ്, ആപ്ലിക്കേഷൻ കമ്പോണന്റ്സ് ദാറ്റ് അലോ ദി എൻഡ് യൂസേഴ്സ് ടു ഇന്ററാക്ട് വിത്ത് IoT സിസ്റ്റം വിൽ ബി ഇംപ്ലിമെന്റഡ് യൂഷ്വലി ആസ് എ സെപ്പറേറ്റ് വെബ്, അല്ലെങ്കിൽ ഒരു മൊബൈല്, അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് ആപ്ലിക്കേഷൻ. ഇതെങ്കിലും യൂസ് ചെയ്തുകൊണ്ട് ഇന്ററാക്ട് ചെയ്യാനായിട്ട് വെച്ചിരിക്കണം. ഇൻഹെറന്റ്ലി ഡിസ്ട്രിബ്യൂട്ടഡ് ചെയ്തിരിക്കുക എന്ന് പറഞ്ഞാല് നമ്മളിപ്പോ റിയൽ ടൈം അനലൈസിസിനോ അല്ലെങ്കിൽ ഡേറ്റ അക്വിസിഷൻ, ഡേറ്റ ഏറ്റെടുക്കാനോ തുടങ്ങിയ പ്രവർത്തനങ്ങളൊക്കെ IoT ഡിവൈസസ് നടപ്പിലാക്കുമ്പോൾ എൻഡ് യൂസേഴ്സുമായി IoT സിസ്റ്റം ഇന്ററാക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് കുറെ ആപ്ലിക്കേഷൻസ്, ചിലപ്പോൾ ഒരു മൊബൈൽ വേണമായിരിക്കും, ചിലപ്പോൾ ഒരു സെപ്പറേറ്റ് വെബ് വേണമായിരിക്കും, അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡ് അലോൺ ആപ്ലിക്കേഷൻ, ഏതെങ്കിലും ഒരു ആപ്പ് വേണമായിരിക്കും. ഇങ്ങനെയൊക്കെ ഉള്ളത് വേണം അത് യൂസ് ചെയ്യാനെന്നാണ് ഫസ്റ്റ് പോയിന്റ് പറയുന്നത്. ഇനി സെക്കൻഡ് പറയുന്നത് ഡീപ് ഹെട്രോജിനിറ്റി. അതായത് നമുക്ക് ഡീപ്പായിട്ട് നമുക്ക് അതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. അതിനകത്ത് ഡിഫറെന്റ് കാര്യങ്ങൾ വരാം. ഹെട്രോജിനിറ്റി എന്ന് പറയാം, ആഴത്തിൽ അല്ലെങ്കിൽ ഡീപ്പ്, ആഴത്തിലുള്ള വൈവിധ്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചെല്ലാം അറിഞ്ഞിരിക്കണം. വൺ ഓഫ് ദി മേജർ ചലഞ്ച് ഇൻ ദി റിയലൈസേഷൻ ഓഫ് IoT ആപ്ലിക്കേഷൻ ഈസ് ദി ഇന്ററോപ്പറബിലിറ്റി അമംഗ് IoT ഡിവൈസസ് യൂസിങ് വെറൈറ്റി ഓഫ് ടെക്നോളജീസ്. അതൊരു ഭയങ്കരമായിട്ടൊരു മേജർ ചലഞ്ചാണ് പറയുന്നത്. അതായത് വെറൈറ്റി ഓഫ് ടെക്നോളജീസ് IoT ഡിവൈസസിൽ യൂസ് ചെയ്യുമ്പോൾ അവിടെ വരുന്ന ആപ്ലിക്കേഷൻസിന്റെ ഇന്ററോപ്പറബിലിറ്റി, അതായത് പല ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ എങ്ങനെ അതിനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും. IoT ആപ്ലിക്കേഷൻസ് ഇൻവോൾവ് ഇന്ററാക്ഷൻസ് എമംഗ് ഹെട്രോജീനസ് ഡിവൈസസ് പ്രൊവൈഡിങ് ആൻഡ് കൺസ്യൂമിങ് സർവീസസ് ഡിപ്ലോയ്ഡ് ഇൻ ഹെട്രോജീനസ് നെറ്റ്വർക്ക്. അതായത് വേരിയസ് ടെക്നോളജീസ് ഒക്കെ യൂസ് ചെയ്യുന്ന IoT ഡിവൈസസുകൾ തമ്മിലുള്ള ഇന്ററാക്ഷൻസ് വലിയൊരു ചലഞ്ചാന്നാ പറയുന്നത്. അതായത് അവിടെ പല ടെക്നിക്സുകളാണ് യൂസ് ചെയ്യുന്ന ഒരു IoT ഡിവൈസ് തന്നെ പല ടെക്നിക്കുകൾ യൂസ് ചെയ്യുമ്പോൾ അവിടെ ഒരു തമ്മിലുള്ള ഇന്ററാക്ഷൻസ് ഒരു ഭയങ്കര ചലഞ്ച് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഹെട്രോജീനസ് ഡിവൈസസിൽ വരുന്ന ഇന്ററാക്ഷൻ ആണെന്ന് ഓർക്കുക. ഹെട്രോജീനസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഹെട്രോജീനസ് അല്ലെ ഹോമോജീനസ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഹെട്രോജീനസ് മീൻസ് ഡിഫറെന്റ് ആയിട്ടുള്ള ഡിവൈസസ്. അവിടുന്ന് വരുന്ന ഇൻഫോർമേഷൻസ് അല്ലെ ആപ്ലിക്കേഷൻസുമായിട്ട് ഇന്ററാക്ട് ചെയ്യാന് ഇപ്പൊ കസ്റ്റമേഴ്സിന് ഹെട്രോജീനസ് നെറ്റ്വർക്ക് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതെല്ലാം കൂടെ എങ്ങനെ ഇന്ററാക്ട് ചെയ്യും അതിനെക്കുറിച്ചൊരു കൺവീനിയന്റ് ആയിട്ടൊരു കാര്യം നമ്മൾ ബോധ്യപ്പെടുത്തുക എന്നുള്ളത് ഈ ഒരു IoTയുടെ ഒരു ചാലഞ്ചസ് ആയിട്ട് പറയുന്നുണ്ട്. പിന്നെ പറയുന്നത് സച്ച് ആസ് ഫിക്സഡ് വയർലെസ് ഓർ മൊബൈല് devices and communication heterogeneity can make the portability of IoT applications difficult to achieve.
അതായത് ഡിവൈസ് ആയാലും കമ്മ്യൂണിക്കേഷൻ ആയാലും നമ്മൾ ഹെട്രോജീനിറ്റി ആക്സസ് ചെയ്യുവാണെങ്കിൽ ഡിഫറെന്റ് ആയിട്ടാ ആക്സസ് ചെയ്യുന്നത്. ഒരു IoT ഡിവൈസിൽ തന്നെ പല ഡിവൈസസുകളിലെ പല പൊസിഷനിൽ നിന്നല്ലേ പല രീതിയിൽ വരുന്ന കമ്മ്യൂണിക്കേഷൻസ് വരാം. അപ്പൊ അതിനെ ഇതെല്ലാം ആ IoT ഡിവൈസ് ഹാൻഡിൽ ചെയ്യണ്ടേ. അപ്പൊ അതൊരു മെയിൻ ചലഞ്ചസ് ആയിട്ട് അവിടെ പറയുന്നുണ്ട്. അതായത് ഡിവൈസും കമ്മ്യൂണിക്കേഷന്റെ ഹെട്രോജീനിറ്റിയും IoT ആപ്ലിക്കേഷനുകളുടെ പോർട്ടബിലിറ്റി കൈവരിക്കാൻ ഭയങ്കര പ്രയാസമായിരിക്കുന്നതാണ്, ഡിഫിക്കൽട്ട് ടു അച്ചീവ്. അപ്പൊ അതൊരു ചലഞ്ചാണ്. അതെന്താണ്? ഡീപ് ഹെട്രോജീനിറ്റി ഒരു ചലഞ്ചാണ്. പിന്നെ പറയുന്ന ഡേറ്റ മാനേജ്മെന്റ്, അതായത് ഈ ഡേറ്റയെ മാനേജ് ചെയ്യുക. അതും പറയുന്നത് എന്തായിരിക്കും? ഹെട്രോജീനസ് ഡിവൈസസുകളിൽ നിന്ന് വരുന്ന ഡേറ്റ ആയിരിക്കും. ഹെട്രോജീനസ് ഡിഫറെന്റ് ഡിവൈസസുകളിൽ വരുന്ന ഡേറ്റയെ മാനേജ് ചെയ്യുക എന്നുള്ളത് ഒരു ഭയങ്കര ഒരു പ്രശ്നമാണ്. ഇത് ഡേറ്റ ജനറേറ്റഡ് ഫ്രം ദീസ് ഹെട്രോജീനസ് ഡിവൈസസ് ആർ ജനറലി ഇൻ ഹ്യൂജ് വോളിയം in various forms and are generated at different speeds. IoT applications will often make a critical decision based on the data collected and processed. അപ്പൊ IoT applications ചിലപ്പം ക്രിറ്റിക്കൽ ആയിട്ട് പെട്ടെന്ന് ഡിസിഷൻസ് ഒക്കെ എടുക്കേണ്ടി വരും, അല്ലെ ഡേറ്റ കളക്ട് ചെയ്യേണ്ടി വരും. Sometimes the data may be corrected for various reasons such as failure of a sensor, introduction of an individual data by a malicious user, ഡിലേ ഇൻ ഡേറ്റ ഡെലിവറി ആൻഡ് റോങ് ഡേറ്റ ഫോർമാറ്റ്. അതായത് ഇങ്ങനെ ഹെട്രോജീനസ് ഡിവൈസസ് എന്ന് പറഞ്ഞ ഡേറ്റ ഒരു IoT ഡിവൈസ് ആക്സസ് ചെയ്യുമ്പോൾ അങ്ങനെ വയ്ക്കുമ്പോൾ പെട്ടെന്ന് ഇത് എടുക്കണോ വേണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂഷന് ഡിവൈസസിന് വരാം. അതായത് ക്രിട്ടിക്കൽ ആയിട്ട് ഡിസിഷൻസ് എടുത്ത് പെട്ടെന്ന് തന്നെ ഡേറ്റ കളക്ട് ചെയ്ത് എടുത്ത് വെച്ചു. പക്ഷെ അങ്ങനെ വെക്കുമ്പോൾ എന്ത് സംഭവിക്കാം? ചിലപ്പോൾ ആ സെൻസർ ഫെയിൽ ആയി പോകാം, അല്ലെങ്കിൽ മലീഷ്യസ് ആയിട്ടുള്ള യൂസേഴ്സ് കയറിയായിരിക്കും ആ ഡേറ്റയെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇൻവാൾഡ് ഡേറ്റ ആയിരിക്കും കൊടുത്തിരിക്കുന്നത്. പിന്നെ അല്ലെങ്കിൽ ആ ഒരു IoT ഡിവൈസിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫോർമാറ്റിലായിരിക്കത്തില്ല, ഡേറ്റ റോങ് ഫോർമാറ്റിലായിരിക്കും IoT ഡിവൈസ് ആക്സസ് ചെയ്ത് വെച്ചിട്ട്. ഇങ്ങനെയൊക്കെ സംഭവിക്കാം. അതൊക്കെ ഒരു വലിയ ചലഞ്ച് ആയിട്ടാണ് പറയുന്നത്. IoT application developers are faced with the challenges of developing methods that establish the presence of invalid data and new techniques that capture the relationship between the data collected and the decision that be made. അപ്പൊ ഡേറ്റയെ മാനേജ് ചെയ്യുക എന്ന് പറയുന്നത് IoT ഡിവൈസസിന്റെ ഒരു എന്താണ് ഒരു ചലഞ്ചാണ്. ഡേറ്റ എങ്ങനെ മാനേജ് ചെയ്യാം. അതായത് ഹെട്രോജീനസ് ഡിവൈസസിൽ നിന്നും ഹെട്രോജീനസ് ആയിട്ടുള്ള ഡേറ്റ വരും. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേനും ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഡിസിഷൻസ് ഒക്കെ എടുക്കുമ്പോൾ ഇതിനെല്ലാം കൂടെ പെട്ടെന്ന് അങ്ങ് സ്റ്റോർ ചെയ്ത് വെക്കും. അങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ ചിലപ്പോൾ ആ സെൻസർ പോലും പോകും. ആ ഒരു അതായത് IoT ഡിവൈസ് ഒരു സെൻസർ വെച്ചാണ് ഡേറ്റ ആക്സസ് ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ ആ സെൻസർ പോലും നഷ്ടപ്പെട്ടു പോകാം, ഫെയിലർ ആയി പോകാം. അല്ലെങ്കിൽ നമുക്ക് റോങ് ഫോർമാറ്റിലായിരിക്കും ആ ഡേറ്റ എടുത്തിരിക്കുന്നത്. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരുന്ന ഒരു വലിയ ചലഞ്ചാണ്. അപ്പൊ അതെല്ലാം നോക്കി വേണം ചെയ്യാനെന്നാണ് പറയുന്നത്. അടുത്ത പോയിന്റ് പറയുന്നത് ആപ്ലിക്കേഷൻ മെയിൻ്റെനൻസ്. ആപ്ലിക്കേഷൻ മെയിൻ്റെനൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും ചെയ്യുന്ന പതിവായി നമ്മൾ യൂസ് ചെയ്യുന്ന കോഡുകളൊക്കെ കാണുമല്ലോ, അത് എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം, അല്ലെ ഡീബഗ് ചെയ്തുകൊണ്ടിരിക്കണം. അതാണ് മെയിൻ്റെനൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. IoT applications will be executed on distributed systems consisting of millions of devices interact in rich and complex ways. Since IoT application will distribute over a wide geographical area, there are concerns relating to the feasibility of application deployment that supports corrective and adaptive maintenance. അപ്പോൾ നമ്മൾ എപ്പോഴും അതിന്റെ അഡാപ്റ്റീവ് ആയിട്ടുള്ള മെയിൻ്റെനൻസ് കൊടുക്കണം. The code running on these devices will have a debugged and updated regularly. അതായത് ഈ ഉപകരണങ്ങളിൽ പ്രവർത്തിക്കുന്ന കോഡുകൾ പതിവായി ഡീബഗ് ചെയ്യുകയും അതുപോലെ അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യുക. Maintains operations present a number of challenges, allowing devices to support remote debugging and application updates poses significant privacy and security challenges. എന്താ ചെയ്യേണ്ടത്? ആപ്ലിക്കേഷൻസ് IoT ഡിവൈസസിൽ വരുന്ന ആപ്ലിക്കേഷൻസ് എപ്പോഴും നമ്മൾ എന്നും തന്നെ ഡെയിലി അതിനെ ഡീബഗ് ചെയ്യുകയും അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യാന്നാണ് ആപ്ലിക്കേഷൻ മെയിൻ്റെനൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അഞ്ചാമത്തെ പോയിന്റ് പറയുന്നത് ഹ്യൂമൻസ് ഇൻ ദി ലൂപ്പ്. അതായത് many IoT applications are human-centric applications. അതായത് നമ്മളിപ്പോ ഏതൊരു IoT ആപ്ലിക്കേഷൻ എടുത്താൽ അത് മനുഷ്യ ഹ്യൂമൻ സെൻട്രിക് ആപ്ലിക്കേഷൻ ആയിരിക്കും. അതായത് മനുഷ്യ കേന്ദ്രീകൃതമായ ആപ്ലിക്കേഷൻസ് ആയിരിക്കും. അതായത് ഹ്യൂമൻസ് ആൻഡ് ഒബ്ജക്ട്സ് വിൽ വർക്ക് ഇൻ സിനർജി. ഹ്യൂമൻസ് ഒബ്ജക്റ്റോടെ വർക്ക് ചെയ്യുക. However, the dependencies and interactions between human and objects are yet to be fully harmonized. അതായത് പൂർണ്ണമായും ഇന്ററാക്ഷൻ നടക്കുന്നില്ല ഇത് ഹ്യൂമനും ഒബ്ജക്റ്റും തമ്മിൽ. ഹ്യൂമൻസ് ഇൻ ദി ലൂപ്പ് ഹാവ് their advantage. For example, in healthcare,
incorporate models of various human activities and assisted technologies in the form of the elderly can improve their medical conditions. അതായത് ഇപ്പം എന്താ പറയുന്നത്, പല ഹ്യൂമൻ ആക്ടിവിറ്റിയുടെ ഒരു മോഡലില് പ്രായമായവരെയൊക്കെ ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ വീട്ടിൽ അസിസ്റ്റ് ചെയ്യുന്ന ടെക്നോളജി അല്ലേ, ഹ്യൂമൻ ആക്ടിവിറ്റീസ് ആൻഡ് അസിസ്റ്റഡ് ടെക്നോളജീസ് ഉപയോഗിച്ച് മനുഷ്യർക്ക് അവരുടെ ഹെൽത്ത് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അതായത് നമ്മളിങ്ങനെ IoT ഡിവൈസസുകളൊക്കെ വെച്ച് യൂസ് ചെയ്തുകൊണ്ടൊക്കെ ഹെൽത്ത് കെയറിലൊക്കെ കൊടുക്കാൻ പറ്റുന്ന. However, IoT applications that model human behavior in a significant challenge. അതായത് IoT applications that model human behavior, മനുഷ്യന്റെ ആ ഒരു ബിഹേവിയർ എടുക്കുക എന്ന് പറയുന്നത് പ്രധാനമായിട്ട് ഒരു വെല്ലുവിളിയായിട്ട് വേണമെങ്കിൽ വരാം. As it requires modeling in the complex behavioral, psychological and physiological aspects of human nature. അതായത് ഓരോ മനുഷ്യന്റെയും എന്താണ് ഡിഫറെന്റ് ആയിട്ടിരിക്കും അല്ലെ, ഓരോ സിഗ്നിഫിക്കൻസിൽ ഡിഫറെന്റ് ആയിട്ടിരിക്കും. സിഗ്നിഫിക്കന്റ് ആയിട്ട് ഡിഫറെന്റ് ആയിട്ടായിരിക്കും എന്ന് പറയുന്നത് ബിഹേവിയറിലെ സൈക്കോളജിക്കൽ ആൻഡ് ഫിസിയോളജിക്കൽ ആസ്പെക്ട്സ് ഓഫ് ഹ്യൂമൻ നേച്ചർ. അപ്പം ഹ്യൂമൻസ് ഇൻ ദി ലൂപ്പ് അതും എന്താണ് IoT ആപ്ലിക്കേഷൻ ഒരു ഹ്യൂമൻ സെൻട്രിക് ആപ്ലിക്കേഷൻ ആയിട്ട് നിൽക്കുവാണ്. അതൊരു വെല്ലുവിളിയാണ്. കാരണം ഹ്യൂമൻ ബീങ് ഇല്ല നമുക്ക്, അതായത് ഹെൽത്ത് കെയർ എടുത്താലും എവിടെ നമ്മൾ ഈ ഡിവൈസസ് എല്ലാം കണക്ട് ചെയ്താലും അവിടെ ഒരു ഹ്യൂമൻ ബീങ്ങിന്റെ ഒരു പ്രസൻസ് വരുന്നുണ്ടല്ലോ, അപ്പൊ അതും ഒരു വെല്ലുവിളിയാണ്. പിന്നെ ആപ്ലിക്കേഷൻ ഇന്റർ ഡിപ്പെൻഡൻസി, ആപ്ലിക്കേഷൻസ് പരസ്പരം ഇങ്ങനെ ഡിപ്പെൻഡ് ചെയ്ത് കിടക്കും. അതായത് ഇന്റർ ഡിപ്പെൻഡൻസി പ്രോബ്ലം മേ അറൈസ് വെൻ സെവറൽ IoT ആപ്ലിക്കേഷൻ ഷെയർ സർവീസസ് ഫ്രം റിയൽ വേൾഡ് ഒബ്ജക്റ്റ്. Interdependency problem may arise when several IoT applications share services from real-time object. റിയൽ-ടൈം ഒബ്ജക്റ്റിൽ നിന്നായിരിക്കാം പല IoT സർവീസസുകൾ ഷെയർ ചെയ്ത് പോകുന്നത്. Consider two IoT applications running concurrently in a home. An energy management application for regulating the energy consumption of the electrical and electronic appliances, and a healthcare application for monitoring the vital signs of the occupants of house. അതായത് ഒരു വീട്ടിൽ തന്നെ ഹോം അപ്ലയൻസും ഉണ്ട്, ഹെൽത്ത് കെയറും ഉണ്ട്. IoT ഡിവൈസ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഹോം അപ്ലയൻസും ഉണ്ട്, അതുപോലെ നമ്മുടെ ഹെൽത്ത് കെയറും ഉണ്ടെങ്കിൽ അപ്പൊ ടു റെഡ്യൂസ് ദി കോസ്റ്റ് ഓഫ് ഡിപ്ലോയ്മെന്റ് ആൻഡ് ചാനൽ കണ്ടൻഷൻ ദീസ് ആപ്ലിക്കേഷൻ ഷെയർ ദി ഇൻഫോർമേഷൻ ഫ്രം ദി സെൻസർ ഇൻ ദി ഹോം. അപ്പം നമ്മൾ ഈ ഒരു ഇതെടുക്കും, ഈ ആപ്ലിക്കേഷൻ ഷെയർ ഇൻഫോർമേഷൻസ് ഫ്രം ദി സെൻസർ, ഹോം അപ്ലയൻസസ് ആയാലും ഹെൽത്ത് കെയർ ആയാലും, അപ്പൊ അവ തമ്മിലുള്ള ഒരു ആപ്ലിക്കേഷൻ ഇന്റർ ഡിപ്പെൻഡൻസി വരിക എന്ന് പറയുന്നത് ഒരു ചലഞ്ച് ആയിട്ടാണ് പറയുന്നത്. However, integrating both applications is challenging since each application has its own assumption about the real world and may have no knowledge of how the other application works. But അതൊരു ചലഞ്ചാ. ഒരു വീട്ടിൽ തന്നെ രണ്ട് IoT ഡിവൈസസുകൾ തമ്മിൽ വന്നുമ്പോൾ അതിനെ ഇന്ററാക്ട് ചെയ്ത് പരസ്പര ഇന്റർഡിപെൻഡൻസി, ഒരു പരസ്പര ആശ്രിതത്വം കൊടുക്കുക എന്ന് പറയുന്നത് ഒരു ചലഞ്ചായിട്ട് പറയുന്നുണ്ട്. അതായത് ഒരു എക്സാമ്പിൾ അവിടെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് വേണമെങ്കിൽ മനസ്സിലാക്കി നോക്കാം. ഫോർ എക്സാമ്പിൾ, ദി ഹോം ഹെൽത്ത് കെയർ ആപ്ലിക്കേഷൻ, IoT ഹോം ഹെൽത്ത് കെയർ ആപ്ലിക്കേഷൻ മേ ഡിറ്റക്ട് ഡിപ്രഷൻ. ഒരു ഹെൽത്ത് കെയർ ആപ്ലിക്കേഷൻ വെച്ചിട്ടുണ്ട്, അവിടെ ഒരു ഹ്യൂമൻ ബീങ്ങിന്റെ ഡിപ്രഷനെ ഡിറ്റക്ട് ചെയ്തെടുത്തു. അതായത് വിഷാദ രോഗമാണെങ്കിൽ അങ്ങനെ ഡിപ്രഷൻ നോക്കിയെടുത്തു. ആൻഡ് ഡിസൈഡ് ടു ടേൺ ഓൺ ഓൾ ദി ലൈറ്റ്. അങ്ങനെയാണെങ്കിൽ ആ ഒരു IoT ഡിവൈസ് ആയിരിക്കും ഈ ഒരു ഹ്യൂമൻ ബീങ്ങിന്റെ ഡിപ്രഷൻ മനസ്സിലാക്കി വെച്ചത്. അപ്പൊ എന്ത് ചെയ്യുക, IoT ഇത് പറഞ്ഞു നോക്കുകയാണ്, എല്ലാ ലൈറ്റും തെളിച്ചിടുക ആ ഡിപ്രഷൻ കുറയ്ക്കാൻ വേണ്ടി. ഓൺ ദി അതർ ഹാൻഡ്, ദി എനർജി മാനേജർ ആപ്ലിക്കേഷൻ മേ ഡിസൈഡ് ടു ടേൺ ഓഫ് ലൈറ്റ്സ് വെൻ മോഷൻ ഇസ് ഡിറ്റക്റ്റഡ്. അതായത് നമ്മൾ ഹോം അപ്ലയൻസസ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് കറണ്ട് ആവുന്നുള്ളതുകൊണ്ട് ആ IoT ഡിവൈസസുകൾ അപ്പൊ ഒരു തീരുമാനത്തിലെത്തണം, എനർജി മാനേജ് ചെയ്യണം അല്ലെ. അപ്പൊ നമ്മൾ ലൈറ്റ് എല്ലാം ഓഫ് ചെയ്യാൻ പറയുക. അപ്പം അപ്പൊ ഇത് തമ്മിലുള്ള ആപ്ലിക്കേഷൻ ഇന്റർ ഡിപ്പെൻഡൻസി വരാം. അതൊരു വലിയ ചലഞ്ച് ആയിട്ടാണ് പറയുന്നത്. ഓക്കെ അല്ലേ, നല്ലൊരു എക്സാമ്പിൾ ആയിരുന്നു. നെക്സ്റ്റ്, മൾട്ടിപ്പിൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ് കൺസേൺ. അതായത് ഇത് ഡെവലപ്മെന്റ് ഓഫ് IoT ആപ്ലിക്കേഷൻ ഇൻവോൾവ്സ് various stakeholders with different and sometimes conflicting concerns and expectations. അതായത് ഇപ്പൊ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇങ്ങനെ IoT ആപ്ലിക്കേഷൻസ് ഒക്കെ ഒരുപാട് ജനറേറ്റ് ചെയ്ത് വരുമ്പോൾ പല സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ട് പലതരത്തിലുള്ള
കോൺഫ്ലിക്റ്റുകൾ വരാം, ജനറേറ്റ് ചെയ്ത് വരാം. സ്റ്റേക്ക് ഹോൾഡേഴ്സ്, നമുക്ക് ഓഹരി ഉടമകളെ അല്ലേ നമ്മൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ് പറയുന്നത്. അപ്പൊ അതുമായിട്ട് പലതരത്തിലുള്ള കോൺഫ്ലിക്റ്റിംഗ് കൺസേൺസ് ആൻഡ് എക്സ്പെക്ടേഷൻസ് വരാം. അപ്പൊ എന്ത് ചെയ്യും? ഇത് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഓഫ് IoT ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റ് ഇൻക്ലൂഡ് ഡൊമൈൻ എക്സ്പെർട്ട്, സോഫ്റ്റ്വെയർ ഡിസൈനർ, ആപ്ലിക്കേഷൻ ഡെവലപ്പർ, ഡിവൈസ് ഡെവലപ്പർ ആൻഡ് നെറ്റ്വർക്ക് മാനേജർ. ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം വരാം. ഓഹരി ഉടമകളുമായിട്ട് നമുക്ക് ആ സോഫ്റ്റ്വെയർ ഡിസൈനറെ കുറിച്ചോ അല്ലെങ്കിൽ നെറ്റ്വർക്ക് മാനേജറിനെ കുറിച്ചോ ഒക്കെയുള്ള പല കൺസേൺസുകൾ വരാം. അപ്പൊ അതൊരു ചലഞ്ചസ് ആയിട്ട് അവിടെ പറയുന്നുണ്ട്. മൾട്ടിപ്പിൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ് കൺസേൺ. അടുത്ത പോയിന്റ് ക്വാളിറ്റി ഇവാലുവേഷൻ. ക്വാളിറ്റി എന്ന് പറയുമ്പം നമ്മൾ എന്താ, ഗുണം അല്ലെ, ക്വാളിറ്റി, അതിനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുക, അതിനെ എങ്ങനെ നമുക്ക് വിലയിരുത്താൻ പറ്റുമോ, അതൊരു ചലഞ്ചാണ്. Since IoT applications are currently being integrated in daily activities of our lives and sometimes used in critical situations with a little or no tolerance for errors and failures, if the means of overall system quality is important and must thoroughly evaluated to guarantee at its high quality before being deployed. അതായത് നമ്മളിപ്പോ ഇങ്ങനെ IoT ഡിവൈസസുകൾ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസിന്റെ എല്ലാം ഒരു ക്വാളിറ്റി നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത് വെക്കണം. അതൊരു വലിയ ചലഞ്ച് ആയിട്ടാണ് പറയുന്നത്. ക്വാളിറ്റി ഇവാലുവേറ്റ് ചെയ്ത് വെക്കണം എന്ന് പറയുന്നത് വലിയൊരു ചലഞ്ച് ആയിട്ടാണ് പറയുന്നത്. അങ്ങനെ 8 ചലഞ്ചസ് അവിടെ പറയുന്നുണ്ട്. 8 ചലഞ്ചസും നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അതായത് ഇൻഹെറന്റ്ലി ഡിസ്ട്രിബ്യൂട്ടഡ്, ഡീപ് ഹെട്രോജിനിറ്റി, ഡാറ്റ മാനേജ്മെന്റ്, ആപ്ലിക്കേഷൻ മെയിൻ്റെനൻസ്, ഹ്യൂമൻസ് ഇൻ ദി ലൂപ്പ്, ആപ്ലിക്കേഷൻ ഇന്റർഡിപെൻഡൻസി, മൾട്ടിപ്പിൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ് കൺസേൺ, ക്വാളിറ്റി ഇവാലുവേഷൻ. അത്രയും ചലഞ്ചസ് ഉണ്ടെന്ന് നോക്കാം IoTയുടെ ചലഞ്ചസ്. നെക്സ്റ്റ് ഹെഡിങ് പറയുന്നത് IoT ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റ് ഫ്രെയിംവർക്ക് എന്താണ്? IoT ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റ് ഫ്രെയിംവർക്ക്. ഫ്രെയിംവർക്ക് ഫോർ IoT ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റ്. ഫിഗർ ഒന്ന് നോക്കി, എല്ലാവരും സ്റ്റഡി മെറ്റീരിയൽ എടുത്ത് ഫിഗർ ഒന്ന് നോക്കി വെച്ചേ. ഡിവൈസ് ഹാർഡ്വെയർ ഉണ്ട്, ഡിവൈസ് സോഫ്റ്റ്വെയർ ഉണ്ട്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്, ക്ലൗഡ് പ്ലാറ്റ്ഫോമിൽ നിന്നാകാം, ക്ലൗഡ് ആപ്ലിക്കേഷൻസിൽ നിന്നാകാം അല്ലെ. ക്ലൗഡ് പ്ലാറ്റ്ഫോമിൽ ക്ലൗഡ് ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്തുകൊണ്ട് വൈഫൈ പോലുള്ള അല്ലെ ഇന്റർനെറ്റ് ആക്സസ് ചെയ്യുന്നു. എങ്ങനെ? സോഫ്റ്റ്വെയർ ആക്സസ് ചെയ്യുന്നു ഹാർഡ്വെയറിനുള്ളിലോട്ട്. അതായത് തിരിച്ചും ഞാൻ പറഞ്ഞില്ലേ ഇപ്പം, അതായത് നമ്മുടെ ഒരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ ഫിഗറിന് അത്രയും മനസ്സിലാക്കിയാൽ മതി. നമ്മുടെ ഒരു മൊബൈൽ ഫോൺ, ദാറ്റ് ഈസ് ഡിവൈസ് ഹാർഡ്വെയർ. ദെൻ അതിനകത്തൊരു സോഫ്റ്റ്വെയർ ഉണ്ട്. അതായത് നമ്മളൊരു ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തു, അതായത് നമ്മളിപ്പോ ഇൻസ്റ്റാഗ്രാം പോലുള്ള ആപ്ലിക്കേഷൻ, സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ് ആണെങ്കിലും ആക്സസ് ചെയ്തു. ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എങ്ങനെ ആക്സസ് ചെയ്യും? നമുക്ക് കമ്മ്യൂണിക്കേഷൻ നടക്കണം, അതായത് നെറ്റ്വർക്ക് വേണം, ഇന്റർനെറ്റ് വേണമെന്നുള്ള കൺസെപ്റ്റ് വേണം. അതൊന്നെങ്കിൽ വൈഫൈ ആകാം, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ അല്ലാതെ ചാർജ് ചെയ്തിരിക്കുന്നതാകാം. ദെൻ നമ്മളൊരു ക്ലൗഡ് പ്ലാറ്റ്ഫോമിൽ നിന്നാണ് എടുക്കുന്നത് അല്ലെ. നമ്മൾ ഈ ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പൊ നോക്കിയേ, വല്ല ഫേസ്ബുക്ക് പോലുള്ള സോഷ്യൽ മീഡിയ സൈറ്റുകളൊക്കെ എല്ലാവർക്കും ഉണ്ട്, കുഞ്ഞു കുട്ടികൾക്ക് വരെ ഇപ്പൊ ഉണ്ട്. അപ്പം ഇത്രയും ആൾക്കാർ, കോടി ആൾക്കാർ ഇത് യൂസ് ചെയ്യുമ്പോൾ, അതുപോലെ പ്രായമായവരും യൂസ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പം അങ്ങനെയുള്ളവർക്ക് ഇത്രയും കാര്യങ്ങളെല്ലാം അവരുടെ ഡേറ്റ അവിടെ കാണുന്നില്ല, അതെല്ലാം ക്ലൗഡിലായിരിക്കുമല്ലേ സേവ് ചെയ്യുന്നത്. അപ്പൊ ക്ലൗഡ് ആപ്ലിക്കേഷൻ ക്ലൗഡ് പ്ലാറ്റ്ഫോമിൽ നിന്ന് എടുക്കുന്നു. അങ്ങനെ ഒരു കൺസെപ്റ്റിനെ കുറിച്ച് ഫ്രെയിംവർക്ക് പറയുന്നത്. അതായത് ഡിവൈസ് ഹാർഡ്വെയർ, ഡിവൈസ് സോഫ്റ്റ്വെയർ എന്നും പറഞ്ഞ് എന്താന്ന് പറയുന്നത്. ആദ്യത്തെ പാരഗ്രാഫ് വായിച്ചു നോക്കിയാലും മതി, ഞാനിപ്പോ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമൊന്നും ഇല്ല കേട്ടോ. ഡിവൈസ് IoT ഡിവൈസസ് ആർ ബിക്കം an integral part of organization, home, offices, factory, hospitals and almost everywhere. ഇപ്പൊ എന്തെടുത്താലും IoT ഡിവൈസസ് വെരി ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഹോസ്പിറ്റലിലാണെങ്കിലും ഫാക്ടറീസ് ആയാലും ഓഫീസിലായാലും എവിടെയായാലും. അപ്പൊ അതായത് അവിടെയൊക്കെ സെൻസറുകൾ കാണും, പ്രോസസ്സറുകൾ കാണും, കമ്മ്യൂണിക്കേഷൻ ഹാർഡ്വെയർ കാണും, അല്ലെ അതുപോലെ അത് എക്യുപ്മെന്റ്സുകൾ കാണും. എന്തിന്? സെൻഡ് ചെയ്യാനും കളക്ട് ചെയ്യാനും ഒക്കെ ഡേറ്റാസ്. അതായത് മനുഷ്യന്റെ ഒരു ഇന്റർവെൻഷൻ ഇല്ലാതെ. അതായത് പണ്ടാണ് നമ്മളിപ്പോ ഓർക്കുക, ഒരു ഓഫീസിൽ എത്ര പേര് ഒരു ദിവസം വന്നു പോയെന്നറിയണേ നമ്മൾ മാനുവലായിട്ട് രജിസ്റ്റർ നടത്തണമായിരുന്നു അല്ലെ. രജിസ്റ്റർ കയറുമ്പോൾ, അതായത് ഒരു ഓഫീസിലോട്ടോ ഒരു കമ്പ്യൂട്ടർ ലാബിലോട്ടോ സ്റ്റുഡൻസ് കയറുന്നത്, രജിസ്റ്റർ എഴുതിയിട്ട് കയറുന്നു സമയത്ത് അവർ ഔട്ട് ആകുമ്പോൾ രജിസ്റ്റർ ഔട്ട് ആയിട്ട് എഴുതും. അങ്ങനെ യൂസ് ചെയ്യുന്ന ലാബ് ഒക്കെ ഉണ്ട്, ഇല്ലെന്നല്ല. പക്ഷെ അല്ലെങ്കിൽ ഓഫീസ് ആണെങ്കിൽ ഇങ്ങനെ ഓഫീസിൽ കയറുന്നവരുടെ എണ്ണം അവിടെ, അതായത് എൻക്വയറി ഇരിക്കുന്ന ആൾക്ക് നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു ഹ്യൂമൻ ഇന്റർവെൻഷൻ കൂടാതെ, ഹ്യൂമൻ ഇന്റർവെൻഷൻ വേണ്ട അല്ലെ. നമ്മളോട് ഒരു സെൻസർ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ആ സെൻസർ ഒരു സോഫ്റ്റ്വെയർ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഈവനിങ് ആകുമ്പം അത് നോക്കി റീഡ് ചെയ്താൽ മതി ഇന്ന് എത്ര പേര് ഈ ഒരു ബാങ്ക് ആണെങ്കിൽ ഈ ഒരു സ്ഥാപനത്തിൽ വന്നു പോയെന്നുള്ളത്. The fundamental concept components of IoT framework comprises of device hardware, that is sensors, controllers, microcontrollers and hardware devices. പിന്നെ ഡിവൈസ് സോഫ്റ്റ്വെയർ ഉണ്ട്.
involves written application to confer controllers and operate them from the remote and do more. Communication or connectivity and cloud platform and cloud applications. IoT ആപ്ലിക്കേഷൻ ഫ്രെയിംവർക്ക് ചോദിച്ചാൽ ആദ്യമേ ഇങ്ങനെ ഒരു ഫിഗർ വരച്ചു വെക്കുക. ഈ ഫിഗർ വരച്ചു വെക്കുമ്പോൾ നിങ്ങൾ അതുപോലെ ഒന്ന് ഫിഗർ വരയ്ക്കണ്ട, റെക്ടാംഗിൾ അങ്ങ് വരച്ചാൽ മതി. റെക്ടാംഗിൾ ഇപ്പൊ എത്ര 1 2 3 4 5 റെക്ടാംഗിൾ വരച്ചു വെക്കുക നേരെ ഹൊറിസോണ്ടൽ ആയിട്ട്. എന്നിട്ട് ട്വിൻ ഹെഡഡ് ആരോ ഇട്ട് വെക്കുക. ആദ്യത്തെ റെക്ടാംഗിൾ അകത്ത് ഡിവൈസ് ഹാർഡ്വെയർ ഇട്ടുക, അടുത്തതിനകത്ത് ഡിവൈസ് സോഫ്റ്റ്വെയർ, അടുത്തതിനകത്ത് കമ്മ്യൂണിക്കേഷൻ, അടുത്തതിനകത്ത് ക്ലൗഡ് പ്ലാറ്റ്ഫോം, അടുത്തതിനകത്ത് ക്ലൗഡ് ആപ്ലിക്കേഷൻ എഴുതിയിട്ട് ഇതെങ്ങനെ പ്രോസസ് ചെയ്യും അതിനെ കുറിച്ച് എഴുതി വെക്കുക. ഫസ്റ്റ് വൺ പറയുന്നത് device hardware. Device hardware is the first layer of IoT technology stack that defines the digital and physical part of any smart connected product. അതൊരു ഫസ്റ്റ് ലെയർ ആണ്. നമ്മളിതിപ്പോ ഞാൻ പറയാം എക്സാമ്പിൾ ആയിട്ട് മൊബൈൽ ഫോൺ പറഞ്ഞാൽ മൊബൈൽ ഫോണിൽ യൂസ് ചെയ്യുന്നത്. In this stacked layer, it is imperative to know the implications of size, deployment, cost as usual, useful lifetime, reliability and much more such. If you talk about small devices like, for example, smart watches, then you may have only one room for such a system on a chip. Here, you will need embedded computer like Raspberry Pi, Arctic module, Beagle board, etc. അതൊക്കെ നമുക്ക് ഈ മൊബൈൽ ഫോൺ സ്മാർട്ട് വാച്ച് വേണ്ട. ഇപ്പൊ ഇത്ര ഓർത്താൽ മതി. ഡിവൈസ് ഹാർഡ്വെയർ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ യൂസ് ചെയ്യുന്ന ഇപ്പൊ ഒരു മൊബൈൽ ഫോൺ ആയാലും അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സ്മാർട്ട് വാച്ച് ആയാലും എന്താണെങ്കിലും അതായിരിക്കും IoT ഫ്രെയിംവർക്കിന്റെ ഫസ്റ്റ് ലെയറിൽ വരുന്നത്. അതായത് ഡിവൈസ് ഹാർഡ്വെയർ ആയിരിക്കും വരുന്നത്. ദെൻ സെക്കൻഡ് പറയുന്നത് ഡിവൈസ് സോഫ്റ്റ്വെയർ. ഡിവൈസ് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ ദി ഡിവൈസ് സോഫ്റ്റ്വെയർ ഇസ് എ കമ്പോണന്റ് ദാറ്റ് ടേൺസ് ദി ഡിവൈസ് ഹാർഡ്വെയർ ഇൻടു എ സ്മാർട്ട് ഡിവൈസ്. അതായത് ആ ഡിവൈസ് ഹാർഡ്വെയറിനെ ഒരു സ്മാർട്ട് ഡിവൈസ് ആക്കണമെങ്കിൽ നമുക്ക് അവിടെ ഒരു സ്മാർട്ട് ആയിട്ടൊരു സോഫ്റ്റ്വെയർ വേണം. അപ്പൊ ഡിവൈസ് സോഫ്റ്റ്വെയർ ഈസ് എ സെക്കൻഡ് ലെയർ ഓഫ് ദി IoT ടെക്നോളജി സ്റ്റാക്ക്. അപ്പൊ അത് എഴുതാമല്ലോ, അതിന്റെ സെക്കൻഡ് ലെയർ ആണ്. ഡിവൈസ് സോഫ്റ്റ്വെയർ എനേബിൾസ് ദി കൺസെപ്റ്റ് ഓഫ് സോഫ്റ്റ്വെയർ ഡിഫൈൻഡ് ഹാർഡ്വെയർ. അതായത് ഹാർഡ്വെയറിനുള്ളിൽ സോഫ്റ്റ്വെയർ എംബഡഡ് ആക്കി വെച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. നമുക്കറിയാം, നമ്മുടെ മൊബൈൽ ഫോൺ എടുത്താൽ മൊബൈൽ ഫോണിലെ ഡിജിറ്റൽ ക്യാമറയുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ടച്ച് സ്ക്രീൻ കൊടുക്കുന്നുണ്ട്, സ്ക്രീൻ ഉണ്ട്, മൈക്രോ പ്രൊസസ്സറുകളുണ്ട്, അതിനകത്ത് മൈക്രോ കൺട്രോളറുകളുണ്ട്. ഇതെല്ലാം ഉണ്ടെങ്കിലും ഇതിനകത്ത് നമ്മൾ ഇൻബിൽട്ട് ആയിട്ടാണ് സോഫ്റ്റ്വെയർ ചെയ്തത്. നമ്മൾ സോഫ്റ്റ്വെയർ നമ്മൾ കാണുന്നില്ല, സോഫ്റ്റ്വെയർ നിന്ന് യൂസർ വർക്ക് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പം സോഫ്റ്റ്വെയർ ഡിഫൈൻഡ് ഹാർഡ്വെയർ ഉണ്ടെന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കുക. മീനിങ് ദാറ്റ് എ particular hardware device can serve multiple applications depending on the embedded software it is running. That is embedded എന്നുള്ള കൺസെപ്റ്റ് ഒരെണ്ണത്തിനകത്ത് അടുത്ത് കയറ്റി വെച്ചിരിക്കും അല്ലെ. ഇറ്റ് അലോസ് ടു ഇംപ്ലിമെന്റ് കമ്മ്യൂണിക്കേഷൻ വിത്ത് ക്ലൗഡ് ആൻഡ് അതർ ലോക്കൽ ഡിവൈസസ്. അതെങ്ങനെയായിരിക്കും കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നത്? മൊബൈൽ ഫോൺ തന്നെ ഓർത്താൽ മതി, അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ക്ലൗഡ് മുഖേനയായിരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. നെറ്റ്വർക്ക് കണക്ഷൻ, ഇന്റർനെറ്റ് ഉണ്ടെങ്കിൽ അത് ക്ലൗഡ് മുഖേനയായിരിക്കും ചെയ്യുന്നത്. അപ്പൊ ഡിവൈസ് സോഫ്റ്റ്വെയറിനെ പിന്നെയും 2 കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്, ഡിവൈസ് OSഉം ഡിവൈസ് ആപ്ലിക്കേഷനും. അപ്പൊ ഡിവൈസ് OS എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മളൊരു മൊബൈൽ ഫോൺ എടുത്താൽ അതിനകത്ത് ഇപ്പൊ ഹാർഡ്വെയർ പറഞ്ഞു, നമ്മളിങ്ങനെ എടുത്തു പിടിച്ചിരിക്കുന്ന ഹാർഡ്വെയർ അല്ലേ. അതിനകത്ത് ക്യാമറയുണ്ട്, അല്ലെങ്കിൽ അതിന്റെ സ്ക്രീൻ ഉണ്ട്, പിന്നെന്താ ടച്ച് സ്ക്രീനോ ഏതെങ്കിലും സ്ക്രീൻ ഉണ്ട്, പ്രൊസസർ ഉണ്ട്, മൈക്രോ കൺട്രോളർ ഉണ്ട്, പക്ഷെ സോഫ്റ്റ്വെയർ ഉണ്ടെന്ന് പറഞ്ഞു. ഇനി പറയേണ്ടത് നമുക്ക് നോക്കുമ്പോൾ അതിനകത്ത് ഡിവൈസ് OS ഉണ്ട്. അതായത് ഏതാണ് മൊബൈൽ ഫോണുകൾ യൂസ് ചെയ്യുന്ന OS? നിങ്ങളുടെ എല്ലാം കയ്യിൽ മൊബൈൽ ഫോണുകളില്ലേ? മൊബൈൽ ഫോണിൽ ഏത് OS യൂസ് ചെയ്യുന്നത്? ആൻഡ്രോയിഡ് അല്ലേ. ആൻഡ്രോയിഡും ആപ്പിളും യൂസ് ചെയ്യുന്നവർ കാണും. ആപ്പിളിന്റെ iOSഉം കാണും, ആൻഡ്രോയിഡും കാണും. അപ്പം അത് ഏത് ആ OS ഇതുമായിട്ട് ഇന്ററാക്ട് ചെയ്യണം. അതായത് പറയാൻ പോകുന്നത് ഡിവൈസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ദി ഹോൾ കോംപ്ലക്സിറ്റി ഓഫ് our IoT solution will portray the type of operating system you are in the need of. There are some top things that you must include, like your app requires a real-time OS. RTOS നമുക്ക് കിട്ടണ്ട, റിയൽ ടൈം OSൽ അത് വർക്ക് ചെയ്യുന്നത്. IO സപ്പോർട്ട്, that is IO means input output support for all TCP/IP stack. Some examples of embedded OSs are Brill, Linux, Windows Embedded and VxWorks. അതൊക്കെ ഇപ്പൊ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് എംബഡഡ് OS പറയുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിട്ട് ആൻഡ്രോയിഡ് വേണേ പറയത്തില്ലേ. നമ്മളിപ്പോ ഡേ ടു ഡേ ലൈഫ് യൂസ് ചെയ്യുന്ന ആൻഡ്രോയിഡ് വേണേ പറയാം. അല്ലാതെ ഇപ്പൊ വിൻഡോസ് എംബഡഡ് എന്ന് കേട്ടിട്ടുണ്ട്. വിൻഡോസ് എംബഡഡ് ഉണ്ടായിരിക്കും അല്ലെ. ലിനക്സ് എന്തായാലും ഉണ്ട്. ബ്രില്ല് എന്ന് പറയുന്ന OS കേട്ടിട്ടുണ്ടോ? ഒരു പുതിയൊരു പേരാണ് ബ്രില്ല്. പിന്നെ VxWorks ഒക്കെ
പുതിയ OSകളായിരിക്കാം. പക്ഷെ വിപണിയില് മാർക്കറ്റിൽ കൂടുതലായിട്ട് നിൽക്കുന്ന OSകൾ ഏതാ? വിൻഡോസും ലിനക്സും ആണ്. മൊബൈൽ ഫോണുകളിൽ കൂടുതലായിട്ട് വരുന്നത് ആൻഡ്രോയിഡും ആപ്പിൾ ഐഫോണും iOS നമുക്കറിയാം അല്ലെ, ആപ്പിളിന്റെ OS ആണ്. അപ്പൊ ഇത് നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന സോഫ്റ്റ്വെയർ ഒരു ഹാർഡ്വെയറിനുള്ളിൽ നിന്നാണ് വർക്ക് ചെയ്തു പോകുന്നത്. അപ്പൊ എന്നിട്ട് ഒരു ഡിവൈസ് ആപ്ലിക്കേഷനും വേണം. അത് ഡിവൈസ് സോഫ്റ്റ്വെയറെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഡിവൈസ് OSും ഡിവൈസ് ആപ്ലിക്കേഷനും. ഇനി ഡിവൈസ് ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ ഡിവൈസ് ആപ്ലിക്കേഷൻ റൺ ഓൺ ദി ടോപ്പ് ഓഫ് ദി എഡ്ജ് OS ആൻഡ് പ്രൊവൈഡ് സ്പെസിഫിക് ഫങ്ഷണാലിറ്റി ഓഫ് അവർ IT സൊല്യൂഷൻ. Here the possibilities are endless. Device application. You can focus on a data acquisition and streaming on the cloud, analytics and local controls. നമുക്കൊരു ആപ്ലിക്കേഷന് ക്ലൗഡിൽ നിന്ന് എടുക്കാം, ഡേറ്റയെ അക്യൂസ് അല്ലെ, നമുക്ക് ഡേറ്റയെ എടുക്കാൻ പറ്റും. അതൊക്കെ നമുക്ക് എങ്ങനെയാണ് ആപ്ലിക്കേഷൻ മുഖേനയാണ് നമ്മൾ എടുക്കുന്നത്. നെക്സ്റ്റ് പോയിന്റ് പറഞ്ഞ കമ്മ്യൂണിക്കേഷൻ ഓർ കണക്ടിവിറ്റി. ഫിഗറിനകത്ത് പിന്നെ കാണുന്നത് ഒരു വൈഫൈയുടെ സിമ്പിൾ അല്ലേ ഫിഗറിനകത്ത് കാണുന്നത്, അത് നമുക്ക് കമ്മ്യൂണിക്കേഷൻ പറയാം. അതായത് ദാറ്റ് ഈസ് തേർഡ് ലെയർ. അങ്ങനെ കണക്ട് ചെയ്ത് പോവുകയാണെങ്കിൽ ഇത് ഈസി ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. അല്ലെങ്കിൽ അവർക്ക് കട്ട തിയറി ആണത് എങ്ങനെ എഴുതും എന്നുള്ളത്. അങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് പോയാൽ മതി. അപ്പൊ കമ്മ്യൂണിക്കേഷൻ റിഫേഴ്സ് ടു ഓൾ ഡിഫറെന്റ് വേസ് യുവർ ഡിവൈസസ് വിൽ എക്സ്ചേഞ്ച് ഇൻഫോർമേഷൻ വിത്ത് ദി റെസ്റ്റ് ഓഫ് വേൾഡ്. കമ്മ്യൂണിക്കേഷൻസ് ആർ തേർഡ് ലെയർ ഓഫ് IoT ടെക്നോളജി സ്റ്റാക്ക്. അല്ല, കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് മൂന്നാമത്തെ ലെയർ ആണ്. Depending on our industry, some people refer to this layer of IoT technology stacks as connectivity. Communication include both physical networks and the protocol you will use. അതായത് ഇങ്ങനെ നമുക്ക് ഏത് കമ്മ്യൂണിക്കേഷൻ വേണമെങ്കിലും എടുക്കാം, പ്രോട്ടോകോൾ ഏത് യൂസ് ചെയ്തുകൊണ്ട് വേണമെങ്കിലും അതായത് നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ യൂസ് ചെയ്യുന്ന ഏത് കണക്ഷൻസ് വേണമെങ്കിലും യൂസ് ചെയ്യാനാണ് അവിടെ പറയുന്നത്. പിന്നെ പറയുന്ന ഒരു ക്ലൗഡ് പ്ലാറ്റ്ഫോമിൽ കാണും അല്ലെ, ക്ലൗഡ് പ്ലാറ്റ്ഫോം നമുക്ക് വേണമല്ലോ, അതാ പറയുന്നത് അടുത്തത്. പിന്നെ അതിന്റെ മറുവശത്ത് കേട്ടോ ആ കമ്മ്യൂണിക്കേഷൻ സോഫ്റ്റ്വെയർ പറയുന്നതിനകത്ത്, കമ്മ്യൂണിക്കേഷൻ കണക്ടിവിറ്റി പറയുന്നതിനകത്ത് ബുള്ളറ്റ്സ് ഇട്ട് കുറെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇൻഫ്രാസ്ട്രക്ചർ, ഐഡന്റിഫിക്കേഷൻ, കോംസ്, ഡിസ്കവറി, ഇത് ഏത് തരത്തിലുള്ള നെറ്റ്വർക്ക് വേണ്ടി യൂസ് ചെയ്യാം, IPv4, IPv6 6 പാനോ അല്ലെങ്കിൽ വൈഫൈയോ ബ്ലൂടൂത്തോ, പിന്നെ എന്താ വെബ്, MQTT, COAP, MQP നമ്മൾ ഇന്നലെ പഠിച്ചില്ലേ, ഇതിൽ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാൻ നമ്മൾ അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മൾ പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയിട്ട് എവിടെയൊക്കെ ചെയ്യാൻ നോക്കുമ്പോഴേ അതിലോട്ടൊക്കെ നമുക്ക് പോകുന്നത്. നമ്മൾ തിയറി ആയിട്ട് അത്രയും മനസ്സിലാക്കി വെച്ചാൽ മതി. നെക്സ്റ്റ് ക്ലൗഡ് പ്ലാറ്റ്ഫോം. അതിനുശേഷം നമ്മൾ കണക്ടിവിറ്റി കൊടുക്കുമ്പോൾ നമുക്ക് ക്ലൗഡ് പ്ലാറ്റ്ഫോമിലോട്ടാണ് പോകുന്നത്. ദി ക്ലൗഡ് പ്ലാറ്റ്ഫോം ഇസ് ദി ബാക്ക് ബോൺ ഓഫ് അവർ IoT സൊല്യൂഷൻ. അണ്ടർലൈൻ ചെയ്തോണം, അതാണ് ഏറ്റവും മെയിൻ ആയിട്ട് പറയുന്നത് ബാക്ക് ബോൺ എന്ന് പറയുന്നത്. If you are familiar with managing SaaS offerings, then you are well aware of the role of this layer. അതായത് ഏറ്റവും ബാക്ക് ബോൺ ആയിട്ട് പറയുന്ന ലെയർ ആണ് IoT ഫ്രെയിംവർക്കിലെ ബാക്ക് ബോൺ ലെയർ ആണ് ക്ലൗഡ് പ്ലാറ്റ്ഫോം. അത് തന്നെ രണ്ട് രീതിയിലുണ്ട്, ഡാറ്റ കളക്ഷനും മാനേജ്മെന്റും അനലിറ്റിക്സും ക്ലൗഡ് API. അപ്പൊ അതിനെ പിന്നെയും ഡിവിഷൻ ചെയ്തിരിക്കും, അതോടെ നോക്കി പോണം. ഡാറ്റ കളക്ഷൻ എന്ന് പറയുമ്പോൾ ദിസ് ഇസ് ആൻ ഇമ്പോർട്ടന്റ് ആക്സെപ്റ്റ്. ക്ലൗഡ് പ്ലാറ്റ്ഫോമിൽ നിന്നാണ് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്നത്. സ്മാർട്ട് ഡിവൈസസ് വിൽ സ്ട്രീം ഇൻഫോർമേഷൻ ടു ദി ക്ലൗഡ്. ക്ലൗഡിൽ നിന്നുകൊണ്ട് നമ്മുടെ സ്മാർട്ട് ഫോണിൽ നിന്നുകൊണ്ട് നമ്മുടെ ആപ്ലിക്കേഷൻ ആക്സസ് ചെയ്യുക, റിക്വസ്റ്റ് കൊടുക്കുക. As you define the requirements of our solution, you need to have a good idea of the type and amount of data you will become collect on a daily, monthly or yearly basis. അല്ലെ, നമ്മൾ ഒരു ഡിവൈസിൽ നിന്നുകൊണ്ട് നമ്മുടെ ഫോണിൽ നിന്നുകൊണ്ട് നമ്മളിപ്പോ ഒരു ഇൻസ്റ്റയോ ഫേസ്ബുക്കോ അല്ലെ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഒരു ദിവസം തന്നെ എന്തുമാത്രം കാര്യം ടൈപ്പ് ചെയ്യുന്നു, മന്ത്ലി അല്ലെ ഡെയിലി അല്ലെ ഇയർലി നമ്മൾ എന്തുമാത്രം ഡാറ്റ ആക്സസ് ചെയ്യുന്നു, ഇതെല്ലാം അവിടെ സ്റ്റോർ ആയി പോകുന്നുണ്ട്. അപ്പൊ ഡാറ്റ കളക്ട് ചെയ്തെടുക്കുക എന്ന് പറയുന്ന ഒരു വലിയ ഫ്രെയിംവർക്കിനകത്തെ മെയിൻ കാര്യമാണ്. പിന്നെ ഡാറ്റ അനലൈസ് ചെയ്യുക, അനലിറ്റിക്സ്. ഇറ്റ് ഈസ് വൺ ഓഫ് ദി ക്രൂഷ്യൽ കമ്പോണന്റ് ഓഫ് IoT സൊല്യൂഷൻ. അതൊക്കെ ഒരു മെയിൻ ക്രൂഷ്യൽ ആയിട്ടുള്ള കമ്പോണന്റ് ആണ്. അനലിറ്റിക്സ് refers to the ability to find patterns, crunch data, perform forecast, integrate machine learning and more. അനലിറ്റിക്സ് എന്ത് ചെയ്യാം, അനലൈസ് ചെയ്യുകയാണ്. നമുക്കൊരു ഡാറ്റയെ അതിന്റെ പാറ്റേൺ കണ്ടുപിടിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ എന്താ നമുക്ക് ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റുമോ, പ്രവചിക്കാൻ പറ്റുമോ, ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുമോ, പല മെഷീനുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുമോ, ഇതെല്ലാം അങ്ങനെയൊക്കെ അനലൈസ് ചെയ്യുക എന്നുള്ളത് ഒരു ഫ്രെയിംവർക്കിന്റെ ക്ലൗഡ് പ്ലാറ്റ്ഫോമിൽ വരുന്നുണ്ട്. പിന്നെ ക്ലൗഡ് API-കളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അതായത് ക്ലൗഡ് ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ഇന്റർഫേസുകളാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഇന്റർനെറ്റ് ഓഫ് തിങ്സ് is all about connecting devices and sharing data, which you can achieve by exposing API at either the cloud level or the device level. അപ്പൊ ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ഇന്റർഫേസുകൾ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ പറയുന്നത് ക്ലൗഡ് ആപ്ലിക്കേഷൻ, ഫിഫ്ത്ത് ലെയർ.
ആ ഫിഗറിൽ നിന്നുകൊണ്ട് ലാസ്റ്റത്തെ ലെയർ ആണ് ഫിഫ്ത്ത് ലെയർ, ക്ലൗഡ് ആപ്ലിക്കേഷൻ. ദി ഫിഫ്ത്ത് ലെയർ ഓഫ് IoT technology stack is the cloud application layer. Your end user application at the part of the systems see and interact with it. അല്ലെ, നമ്മള് എൻഡ് യൂസർ, നമ്മളാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ലെവലിൽ, ആപ്ലിക്കേഷനാണ് നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്നുള്ളൂ. അല്ലെ, നമുക്കിപ്പോ പറഞ്ഞതിന് വെബ് പേജ് വന്നെങ്കിൽ, ഹോം പേജ് വന്നെങ്കിൽ ആ ആപ്ലിക്കേഷനുമായിട്ട് യൂസർ ഇന്ററാക്ട് ചെയ്യുന്നുള്ളൂ. These applications are mostly likely web-based depending on your user need. അതായത് വെബ് ബേസ്ഡ് ആയിരിക്കും. വെബ് ബേസ്ഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ കണ്ടന്റിന് അനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്കതിനെ ഡെസ്ക്ടോപ്പിൽ അപ്പിയറൻസോ മൊബൈലോ ഈവൻ വിയറബിൾസ് ആണെങ്കിൽ പോലും അത് നമുക്ക് ചേഞ്ച് ചെയ്തെടുക്കാൻ പറ്റും. അതായത് ദിസ് അലോസ് ദം ടു ഹാവ് ആക്സസ് ടു യുവർ സ്മാർട്ട് ഡിവൈസസ് എനി ടൈം എനിവെയർ which is part of goal of having connected devices. അത് നമുക്ക് എവിടെ വെച്ച് വേണമെങ്കിലും ഏത് ഡിവൈസിൽ വേണമെങ്കിലും ഓപ്പൺ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ക്ലൗഡ് ആപ്ലിക്കേഷൻ. അതല്ലേ നിങ്ങളത് ഞാൻ ആദ്യമേ ക്ലൗഡ് പറയുമ്പോഴേ പറയുന്നത്, ഏത് ജിമെയിൽ നമ്മൾ ഓപ്പൺ ചെയ്യുന്നില്ലേ, നമ്മളിപ്പോ കോളേജിൽ നിന്ന് ചെയ്ത കാര്യം മെയിൽ ചെയ്തു, ആ മെയിൽ ചെയ്ത കാര്യം നമുക്ക് വീട്ടിൽ വന്നിരുന്ന ഫോണിൽ എഡിറ്റ് ചെയ്യാം. ഈ ഫോണിൽ ചെയ്തെല്ലാം സെറ്റ് ചെയ്ത് വെച്ചു, നമ്മൾ വേറൊരു കഫേ പോയത് ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറിൽ നിന്നുകൊണ്ട് പ്രിന്റ് എടുത്തു. അല്ലേ, പണ്ടാണ് നമ്മൾ ഇങ്ങനെയാണോ, നമ്മൾ ആ ചെയ്ത സിസ്റ്റത്തെ പോയിരുന്ന് സേവ് ചെയ്ത്, അല്ലെ നമ്മൾ പെൻഡ്രൈവിലാക്കണം, അല്ലെ നമ്മൾ CD-യിലാക്കണം, അല്ലെ ഫ്ലോപ്പി ഡിസ്കിലാക്കണം. ഫ്ലോപ്പി ഒന്നും നിങ്ങളിപ്പോ കണ്ടിട്ട് പോലും ഇല്ലായിരിക്കും. സെക്കൻഡറി സ്റ്റോറേജ് ആണ് ഫ്ലോപ്പി, റെക്ടാംഗിളിൽ ഇരിക്കുന്ന ഫ്ലോപ്പി. അതിനുശേഷം എന്താണ് CD വന്നു, പിന്നെ പെൻഡ്രൈവ് വന്നു. ഇപ്പൊ ഇതൊന്നും ആർക്കും ആവശ്യമില്ല. പെൻഡ്രൈവ് അതെല്ലാം വൈറസ് എനേബിൾഡ് ആയിരിക്കും. അതുകൊണ്ട് അതൊന്നും ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്നില്ല. നമ്മളെല്ലാം നമ്മുടെ കയ്യിൽ ഒന്നുമില്ല, നമ്മളെല്ലാം ഡിജിറ്റൽ ആയിട്ട് നടക്കുന്നത്. അല്ലെ, കൈ എല്ലാവരും ഫ്രീ ആയിട്ട് നടക്കും. എങ്ങനെ ഇപ്പൊ നമ്മൾ കാര്യം ചെയ്തതിന് ശേഷം നമ്മൾ അത് നമ്മുടെ മെയിലിലാക്കുവോ ഡ്രൈവിലാക്കുവോ ചെയ്തു വെച്ചു. എന്നിട്ട് നമ്മൾ നേരെ കഫേ പോകുന്നു. അവിടുന്ന് നമുക്ക് പ്രിന്റർ ഇല്ലെങ്കിൽ നമ്മൾ അവിടെ ചെന്നിട്ട് നമ്മുടെ ഇമെയിൽ IDയോ അല്ലെങ്കിൽ ഡ്രൈവോ യൂസ് ചെയ്ത് ഓപ്പൺ ചെയ്ത് അവിടുന്ന് പ്രിന്റ് എടുക്കുന്നു. അല്ലെ, അതാണ് ക്ലൗഡ് ആപ്ലിക്കേഷൻ. ഏത് ഡിവൈസിൽ എവിടെ നിന്ന് വേണമെങ്കിലും ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഫ്രെയിംവർക്കിനകത്ത് ഏതൊക്കെ പോയിന്റ്സ് പറയുന്നുണ്ട്, ആദ്യമേ ആ ഫിഗർ അങ്ങ് വരച്ചു വെക്കാൻ പഠിക്കുക. അതിപ്പോ ഈസി ആയിട്ടുള്ളൂ. ഞാനിപ്പോ എത്ര നാൾ റിപ്പീറ്റ് ചെയ്തു, അല്ലേ. ഡിവൈസ് ഹാർഡ്വെയർ ഉണ്ട്, ഡിവൈസ് സോഫ്റ്റ്വെയർ ഉണ്ട്. ഡിവൈസ് സോഫ്റ്റ്വെയർ പറയുമ്പോൾ OSഉം ആപ്ലിക്കേഷനും പറയണം. പിന്നെ കമ്മ്യൂണിക്കേഷൻ ഓർ കണക്ടിവിറ്റി, അത് നമുക്ക് പറയുമ്പോൾ ഏത് കമ്മ്യൂണിക്കേഷൻ വേണമെങ്കിലും യൂസ് ചെയ്യാം. വൈഫൈ തന്നെ വേണം എന്നില്ല, ഏത് വേണമെങ്കിലും യൂസ് ചെയ്ത് പറയാം. പിന്നെ ഡേറ്റ കളക്ഷനും അനലിറ്റിക്സും, അതായത് ക്ലൗഡ് പ്ലാറ്റ്ഫോമിൽ വരുമ്പോൾ ഡേറ്റ ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ഇന്റർഫേസും. ലാസ്റ്റ് വൺ ക്ലൗഡ് ആപ്ലിക്കേഷൻ. ഇപ്പം ഫ്രെയിംവർക്ക് പഠിച്ചു വെച്ചോളുക കേട്ടോ. നെക്സ്റ്റ്, ഓപ്പൺ സോഴ്സ് IoT പ്ലാറ്റ്ഫോംസ്. ഓപ്പൺ സോഴ്സ് IoT പ്ലാറ്റ്ഫോംസ്. ഓപ്പൺ സോഴ്സ് IoT പ്ലാറ്റ്ഫോംസ് പറഞ്ഞാല് അത് മനസ്സിലാക്കണേ. താഴെ 3 പോയിന്റ് പറഞ്ഞിട്ടുണ്ട്, അത് പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. അതായത് ഫോർ അണ്ടർസ്റ്റാൻഡിങ് ആൻ ഓപ്പൺ സോഴ്സ് IoT പ്ലാറ്റ്ഫോം വി വിൽ പോണ്ടർ ഓൺ ദി ബിലോ 3 പോയിന്റ്സ്. നമുക്ക് ആ 3 പോയിന്റ്സ് എന്താണെന്ന് നോക്കാം. Each consumer desires to utilize any IoT devices of their preference without being restricted or bound to a specific product vendor. അതായത് ഓരോ യൂസറും ഏതെങ്കിലും IoT ഡിവൈസ് ഒരു പ്രത്യേക പ്രോഡക്റ്റ് വെൻഡറിൽ പരിമിതപ്പെടുത്താതെ, റെസ്ട്രിക്ട് ചെയ്യാതെ അല്ലെ ബൗണ്ട് ചെയ്യാതെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കും. ഒരു പ്രത്യേക ഡിവൈസ് മാത്രം പോരാ, അങ്ങനെ എല്ലാവരും ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, സം സ്മാർട്ട് ഡിവൈസസ് നീഡ് ടു ബി ക്ലബ്ഡ് വിത്ത് ഓൺലി സ്മാർട്ട് ഫോൺസ് ഫ്രം ദി സെയിം റീറ്റെയിലർ. നമുക്ക് എക്സാമ്പിൾ, സം സ്മാർട്ട് ഡിവൈസസ് നീഡ് ടു ബി ക്ലബ്ഡ് വിത്ത് ഓൺലി സ്മാർട്ട് ഫോൺസ് ഫ്രം സെയിം റീറ്റെയിലർ. റെസ്ട്രിക്ട് ചെയ്യാതെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കും എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ ഒരു ഫോൺ വാങ്ങിച്ചാൽ ആ ഫോണിന് കംപ്ലീറ്റ് വന്നാൽ നമ്മുടെ സെയിം ആ കമ്പനിയുടെ തന്നെ പോയി മാറ്റിയെടുക്കാനല്ലേ നോക്കത്തുള്ളൂ. പിന്നെ ഓൾ ബിസിനസ് കമ്പനീസ് ഓഫ് IoT ഡിവൈസസ് ഡിസൈർ ടു ഇന്റഗ്രേറ്റ് ദർ പർട്ടിക്കുലർ ഡിവൈസസ് വിത്ത് ഈസി ആൻഡ് ഡൈവേഴ്സ് എക്കോസിസ്റ്റംസ്. അതായത് IoT ഡിവൈസുകളുടെ എല്ലാ ബിസിനസ് കമ്പനികളും പ്രത്യേക ഡിവൈസുകളെ ഈസി ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. പിന്നെ ഓൾ ആപ്ലിക്കേഷൻ ഡെവലപ്പേഴ്സ് ഡിസൈർ ടു buy multiple IoT devices which need not demand to blend the special development vendor specific code. അതായത് ഇപ്പൊ എല്ലാ ആപ്ലിക്കേഷൻ ഡെവലപ്പർമാരും ഡിഫറെന്റ് ഡിവൈസസിലെ പിന്തുണയ്ക്കാനും ആഗ്രഹിക്കുന്നു.
ഇതൊക്കെയാണ് ഈ ഇത്രയും പോയിന്റ് ഓർത്തുകൊണ്ടിരുന്ന് വേണം നമ്മൾ ഓപ്പൺ സോഴ്സ് പ്ലാറ്റ്ഫോം ഡെവലപ്പ് ചെയ്യാനെന്ന് പറയുന്നത്. ഓപ്പൺ സോഴ്സ് പ്ലാറ്റ്ഫോം ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. കുറെ ഓപ്പൺ സോഴ്സ് പ്ലാറ്റ്ഫോമിനെ കുറിച്ച് നമ്മൾ അടുത്ത ക്ലാസ്സിൽ അടുത്ത ഹെഡിങ് എടുക്കാൻ പോകുന്നത്. ആ ഓപ്പൺ സോഴ്സ് പ്ലാറ്റ്ഫോം എടുക്കുവാണെങ്കിൽ എങ്ങനെ എടുക്കണം എന്നാണ് ഈ പറയുന്നത്. അതായത് ഓരോ യൂസറും ഏതെങ്കിലും ഒരു IoT ഡിവൈസ് ഒരു പ്രത്യേക പ്രോഡക്റ്റ് വെണ്ടറിൽ പരിമിതപ്പെടുത്താതെയോ അല്ലെങ്കിൽ ഉപയോഗിക്കാതെയോ റെസ്ട്രിക്ട് ചെയ്യാതെയോ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ എല്ലാ ആപ്ലിക്കേഷൻ ഡെവലപ്പർമാരും ഡിഫറെന്റ് ഡിവൈസസിലെ പിന്തുണയ്ക്കാനും ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാ ആപ്ലിക്കേഷൻ ഡെവലപ്പർമാരും ഏത് ഡിവൈസിനെയും സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം നോക്കിക്കൊണ്ട് വേണം നമ്മൾ ഓപ്പൺ സോഴ്സ് IoT പ്ലാറ്റ്ഫോംസ് എടുക്കാൻ. ഓപ്പൺ സോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമല്ലോ. അപ്പം എക്സാമ്പിൾസ് അവിടെ 3 പറയുന്നുണ്ട്. KAA, മാക്കിന, സീറ്റ, ഡിവൈസ് ഹൈവ്. പിന്നെ 5-6 ഉണ്ട് കേട്ടോ, നമുക്ക് നോക്കാം. ഇതെല്ലാം ഓപ്പൺ സോഴ്സ് ആണ് പറയുന്നത്. എന്താ ഓപ്പൺ സോഴ്സ് എന്ന് പറഞ്ഞാല് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറും ക്ലോസ്ഡ് സോഫ്റ്റ്വെയറും അല്ലെ പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ. ഓപ്പൺ സോഴ്സ് അതായത് ലിനക്സ് ഒരു ഓപ്പൺ സോഴ്സ് ആണ്. വിൻഡോസ് ഒരു ലൈസൻസ്ഡ് പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ ആണ്. അതായത് എന്ന് പറഞ്ഞാല് ഓപ്പൺ സോഴ്സ് എന്ന് പറഞ്ഞാൽ ലിനക്സ് OS ഒരു ഓപ്പൺ സോഴ്സാണ്. അതായത് അതിന്റെ സോഴ്സ് കോഡ് നമുക്ക് ഫ്രീലി അവൈലബിൾ ആണ്. എഡിറ്റ് ചെയ്യാൻ OS ഒക്കെ എഡിറ്റ് ചെയ്യാൻ പറയുന്ന ഏത് ആൾക്ക് വേണമെങ്കിലും അത് കയറി എഡിറ്റ് ചെയ്യാം. അതായത് ലിനക്സ് പോലുള്ള OSകളൊക്കെ ഇല്ലേ, അതൊക്കെ ഓപ്പൺ സോഴ്സാണ്. അപ്പൊ ലിനക്സ് ടോർവാൾഡ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ഇത് ഡെവലപ്പ് ചെയ്തപ്പോഴേ 1970s തോന്നുന്നു, ഇത് ഡെവലപ്പ് ചെയ്തപ്പോഴേ എങ്ങനെ ഇട്ടത് ഓപ്പൺ സോഴ്സ് ആയിട്ട് ലിനക്സ് ടോർവാൾഡ് ഇത് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടു. ഇത് പിന്നെ വേണമെങ്കിൽ മുന്നോട്ട് ആർക്ക് വേണമെങ്കിലും ഇതിന്റെ സോഴ്സ് കോഡ് കയറി എഡിറ്റ് ചെയ്യാം. അതായത് ഇത് കോപ്പിറൈറ്റ് ചെയ്ത് വെച്ചിട്ടില്ല, ആർക്ക് വേണമെങ്കിലും എഡിറ്റ് ചെയ്തെടുക്കാൻ പറ്റും എന്ന് പറയുന്നത് പോലെയാണ് എന്ന് പറയുന്ന പോലത്തെ IoT പ്ലാറ്റ്ഫോം സോഫ്റ്റ്വെയറിനെ കുറിച്ച് നമുക്ക് ഇവിടെ പറയാൻ പോകുന്നത്. അതേസമയം വിൻഡോസ് അങ്ങനെയല്ല. വിൻഡോസ് പ്രൊപ്രൈറ്ററിയാണ്, മൈക്രോസോഫ്റ്റിന്റെയാണ് വിൻഡോസ് അല്ലെ. കോപ്പിറൈറ്റ് ആക്ട് മൈക്രോസോഫ്റ്റ് കോർപ്പറേഷൻ നമ്മൾ ബൂട്ട് ചെയ്ത് വരുമ്പോൾ നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. അതായത് അതിന്റെ സോഴ്സ് കോഡ് ആർക്കും കയറി എഡിറ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല. വിൻഡോസ് എങ്ങനെ ഡെവലപ്പ് ചെയ്യണം, എങ്ങനെ കയറണം, അല്ലെ അതിന്റെ ഫീച്ചേഴ്സ് എങ്ങനെ അപ്ഡേറ്റ് ചെയ്യണം എന്നുള്ളതെല്ലാം അത് ഡെവലപ്പ് ചെയ്തവർ മാത്രമേ അത് ചെയ്യുന്നുള്ളൂ. അല്ലാതെ ആർക്കും കയറി എഡിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ഇവിടെ ഇപ്പൊ പറയുന്നത് ഏതൊക്കെ ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യാം കേട്ടോ. IoT പ്ലാറ്റ്ഫോംസ്, ഓപ്പൺ സോഴ്സ് IoT പ്ലാറ്റ്ഫോംസ് ആണ്. ഫസ്റ്റ് വൺ KAA. KA എന്ന് പറഞ്ഞാൽ KA IoT പ്ലാറ്റ്ഫോം is one of the most efficient and rich open source Internet of Things cloud platforms. അതായത് KA എന്ന് പറയുന്നത് ഏറ്റവും വൺ ഓഫ് ദി മോസ്റ്റ് പവർഫുൾ അല്ലെ മോസ്റ്റ് എഫിഷ്യന്റ് റിച്ച് ഓപ്പൺ സോഴ്സ് ഇന്റർനെറ്റ് ഓഫ് തിങ്സ് ക്ലൗഡ് പ്ലാറ്റ്ഫോം ആണ് KAA. ചിലപ്പം അതൊന്നും ഞാൻ ഇതുവരെയും ക്വസ്റ്റ്യൻ കണ്ടില്ല കേട്ടോ, ജസ്റ്റ് പേരൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അത് ഹൈലി ഫ്ലെക്സിബിൾ ആയിരിക്കും, മൾട്ടിപർപ്പസ് ആയിരിക്കും, ഓപ്പൺ സോഴ്സും ആയിരിക്കും. ഫ്ലെക്സിബിൾ എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമനുസരിച്ച് നമുക്ക് അതിനെ എഡിറ്റ് ചെയ്യാൻ പറ്റുക. മൾട്ടിപർപ്പസ് പല കാര്യങ്ങൾ അത് ചെയ്യാൻ പറ്റും, ഓപ്പൺ സോഴ്സ് ആയിരിക്കും. പിന്നെ പറയുന്നത് Makino.io, അതും ഒരു വെബ് ബേസ്ഡ് ആപ്ലിക്കേഷൻ ആയിരിക്കും. എന്ന് പറഞ്ഞാല് മാക്കിനോ എന്ന് പറയുന്നത് Makino IO platform device provide a web-enabled, modular and extensible JavaScript and C++ runtime environment for developing IoT gateway applications. അതായത് വെബ് എനേബിൾഡ് ആയിട്ടുള്ള ജാവാസ്ക്രിപ്റ്റോ ഒക്കെ വെച്ച് അല്ലെ C++ ഒക്കെ വെച്ച് അങ്ങനെ ഒരു റൺ ടൈം എൻവയോൺമെന്റ് വെച്ച് ഡെവലപ്പ് ചെയ്ത ഒരു ആപ്ലിക്കേഷൻ ആണ് Makino.io എന്ന് പറയുന്നത്. ഇറ്റ് സപ്പോർട്ട്സ് എ വൈഡ് വെറൈറ്റി ഓഫ് സെൻസേഴ്സ് ആൻഡ് കണക്ഷൻ ടെക്നോളജീസ് ഇൻക്ലൂഡ് Tinkerforg, Bricklets, XB and many other including accelerometers. കേട്ടോ, അത് എല്ലാ സെൻസറിനെ തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, വൈഡ് വെറൈറ്റി ഓഫ് സെൻസേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് കണക്ഷൻ ടെക്നോളജീസ് പറഞ്ഞാല് Tinkerforg, Bricklets, XBB and many other including accelerometers. അതായത്
ഇപ്പം തിങ്കർ ഫോർഗ് എന്നൊക്കെ പറഞ്ഞാൽ ഈ പ്രൊജക്ടുകളൊക്കെ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്ത് വെക്കണമെങ്കിൽ അതിന് യൂസ് ചെയ്യുന്ന സംവിധാനങ്ങൾ അതൊക്കെ അങ്ങനെയുള്ള പ്ലാറ്റ്ഫോമുകളെ കുറിച്ചാണ് പറയുന്നത്. അപ്പം അതിന്റെ പേരും ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ സീറ്റ. Sita is a server-oriented platform that has been built around Node.js, reset and flow-based reactive programming development philosophy linked with Serene Hypermedia API. And also server-based platform ആണ് നോട്ട് ചെയ്ത് വെക്കുക. എന്ന് പറഞ്ഞാല് ഇപ്പൊ ക്ലൗഡിൽ നിന്നും അല്ലെ മൈക്രോ കൺട്രോളറിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് അല്ലെ സ്റ്റോറേജോ കമ്പ്യൂട്ടേഷൻ എന്നിവയെ ഒന്ന് യൂണിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം അത്. ക്ലൗഡിൽ നിന്ന് മൈക്രോ കൺട്രോളർ, അതായത് ലിനക്സും ആർഡിനോയും തമ്മിലൊക്കെ ഉള്ള കണക്ഷൻസ് ഒക്കെ വരുമ്പോൾ ക്ലൗഡിൽ നിന്ന് മൈക്രോ കൺട്രോളറിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും സ്റ്റോറേജ് കമ്പ്യൂട്ടേഷൻ എന്നിവയെ ഒരു ഒന്ന് ഏകീകരിക്കണം, സ്റ്റോർ ചെയ്യുന്നതും കമ്പ്യൂട്ട് ചെയ്യുന്നത് എങ്ങനെ ഏകീകരിക്കാൻ യൂസ് ചെയ്യുന്ന ഒരു IoT പ്ലാറ്റ്ഫോം ആണ് സീറ്റ. പിന്നെ ഡിവൈസ് ഹൈബ് is another feature is rich open source IoT platform that is currently distributed under the Apache 2.0 license and is free to use and change. എന്ന് പറഞ്ഞാൽ വേറെ യൂസ് ചെയ്യുന്ന ഓപ്പൺ സോഴ്സ് IoT പ്ലാറ്റ്ഫോം ആണ് ഡിവൈസ് ഹൈവ് എന്ന് പറയുക. ഡിവൈസ് ഹൈവ് കണക്ട് ചെയ്തിരിക്കുന്ന ഏത് ഡിവൈസിനെയും IoTയുടെ ഭാഗമാക്കി വെക്കും. പിന്നെ ദാറ്റ് ക്യാൻ ബി ഡൗൺലോഡഡ് ആൻഡ് യൂസ് വിത്ത് ബോത്ത് പബ്ലിക് ആൻഡ് പ്രൈവറ്റ് ക്ലൗഡ് കേട്ടോ. അതിലേത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിന്റെ പേര് അപ്പൊ അങ്ങനെയുള്ള നാല് IoT പ്ലാറ്റ്ഫോം, ഓപ്പൺ സോഴ്സ് IoT പ്ലാറ്റ്ഫോമുകൾ. അങ്ങനത്തെ ക്വസ്റ്റ്യൻ ഞാൻ കണ്ടില്ല. ആണെങ്കിൽ KAA, മാക്കിന, സീറ്റ ആൻഡ് ഡിവൈസ് ഹൈവ്. പിന്നെ അടുത്ത നമ്മൾ പറയുന്നുണ്ട് ഡിസ്ട്രിബ്യൂട്ടഡ് സർവീസസ് ആർക്കിടെക്ചറും ഗൂഗിൾ ക്ലൗഡ് പ്ലാറ്റ്ഫോമും കൂടെ. അങ്ങനെ 6 പറയുന്നുണ്ട്. DSA എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ആൻ ഓപ്പൺ സോഴ്സ് IoT ദാറ്റ് unifies separate devices, services and applications in a structured and real-time data model and facilitates decentralized devices intercommunication, logic and applications. അതായത് IoT ഇൻഫ്രാസ്ട്രക്ചറിന്റെ ഓരോ ലെയറിനെയും ഡിവൈസുകളുടെ കമ്മ്യൂണിക്കേഷനോ ലോജിക്കോ അല്ലെ ആപ്ലിക്കേഷനുകളോ ഒക്കെ സുഗമമാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് പ്ലാറ്റ്ഫോം ആണ് DSA. പിന്നെ ഉള്ളത് ഗൂഗിൾ ക്ലൗഡ് പ്ലാറ്റ്ഫോം ഉണ്ട്. IoT ഡിവൈസസുകളിൽ നമ്മുടെ ഡേറ്റയെ കണക്ട് ചെയ്യുന്നതിനും സ്റ്റോർ ചെയ്യുന്നതിനും അനലൈസ് ചെയ്യുന്നതിനും ഒരു പ്ലാറ്റ്ഫോം ഗൂഗിൾ ക്ലൗഡ്. ഗൂഗിൾ ക്ലൗഡാണ് നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്നത് അല്ലേ. Google Cloud is the popular IoT platform because of fast global networks, Google big data tool, pay as for use strategy, support various available services of cloud. അല്ലെ ഇതൊക്കെ നമുക്കറിയാം. ഇതൊക്കെ യൂസ് ചെയ്യുന്നത് കൊണ്ട് ഗൂഗിൾ ക്ലൗഡ് പ്ലാറ്റ്ഫോമും ഏതാണ് ഒരു ഓപ്പൺ സോഴ്സ് ആയിട്ടാണ് പറയുന്നത്. അപ്പൊ 6 പോയിന്റ്സ് ഉണ്ട്. 6 പോയിന്റ്സ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് some tools for building IoT prototypes. IoT പ്രോട്ടോടൈപ്പുകൾ ഡെവലപ്പ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ടൂൾസുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചത്. IoT പ്രോട്ടോടൈപ്പുകൾ യൂസ് ചെയ്യാൻ പറ്റിയ ടൂൾസുകൾ എന്ന് പറഞ്ഞാല്, അതായത് പ്രോട്ടോടൈപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രോട്ടോടൈപ്പ് എന്ന് പറഞ്ഞിട്ട് നമ്മള് ഞാനിപ്പോ ഒരു ബിൽഡിങ് ഒരു എഞ്ചിനീയർ ആണെങ്കിൽ ഞാനൊരു ഫ്ലാറ്റ് ഡെവലപ്പ് പണിയാൻ പോവാണെങ്കിൽ പണിയുന്നതിന് മുന്നേ അത് പണിത് വരുമ്പോ ഇന്ന ലുക്കിലായിരിക്കും എന്ന് പറഞ്ഞ് നമ്മൾ ഫ്ലെക്സ് അടിക്കാറുണ്ട് ഇല്ലേ? അപ്പൊ അതാണ് പ്രോട്ടോടൈപ്പിംഗ്. അതായത് ഡിസൈനേഴ്സ് അവരുടെ ആശയങ്ങള് ഡിജിറ്റൽ ഫോമിലാക്കി കാണിക്കുന്നുണ്ട്. അതിനാ പ്രോട്ടോടൈപ്പിംഗ്. അപ്പൊ നമുക്ക് IoT ടൂൾസുകൾ യൂസ് ചെയ്തുകൊണ്ട് ഏതൊക്കെ ടൂളുകൾ യൂസ് ചെയ്തുകൊണ്ട് പ്രോട്ടോടൈപ്പിംഗ് കൊണ്ടുവരാൻ പറ്റുമെന്നാണ് നോക്കുന്നത്. നമ്മളാണെങ്കിൽ ചെറുപ്പത്തിലെ ചെറിയ കുട്ടികളായിരുന്നപ്പം തെർമോക്കോളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് വീടൊക്കെ ഈ തെർമോക്കോളൊക്കെ വെച്ച് ഒരു 2-3 നിലയുള്ള വീടൊക്കെ പണിയാറില്ലേ? വലുതാകുമ്പോൾ ഞാൻ ഇത്ര വലിയ വീട് വെക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചെയ്യാറില്ലേ? അത് പ്രോട്ടോടൈപ്പ്. ദാറ്റ് ഈസ് പ്രോട്ടോടൈപ്പിംഗ്. നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനാണ് പറയാം ദാറ്റ് ഈസ് പ്രോട്ടോടൈപ്പിംഗ് കേട്ടോ. അപ്പൊ ഇവിടെ നമുക്ക് സം ടൂൾസ് ഫോർ ബിൽഡിംഗ് IoT പ്രോട്ടോടൈപ്സ്. IoT പ്രോട്ടോടൈപ്സ് ഡെവലപ്പ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ടൂളുകൾ ഏതൊക്കെയാണ്? ഒന്ന് ഞാൻ ഇന്നലെ പറഞ്ഞു, ആർഡിനോ. നമ്മൾ ഇന്നലെ പറഞ്ഞതാണ് ആർഡിനോ അല്ലെ. ആർഡിനോ എന്ന് പറയുന്ന കമ്പനി ഡെവലപ്പ് ചെയ്ത് ഇറ്റലി ബേസ്ഡ് കമ്പനി ദാറ്റ് ബിൽഡ്സ് ഇന്ററാക്റ്റീവ് ഒബ്ജക്ട്സ് ആൻഡ് മൈക്രോ കൺട്രോളർ ബോർഡ്. അതായത് മൈക്രോ കൺട്രോളർ വെച്ച് വർക്ക് ചെയ്യാൻ പറ്റിയ ഒരു ബോർഡാണ് ആർഡിനോ. ആർഡിനോ എന്ന് പറയുന്നത് മാസിമോ ബാൻസി എന്ന് പറയുന്ന സയന്റിസ്റ്റ് ഇറ്റലിക്കാരൻ ഡെവലപ്പ് ചെയ്തതാണ്. അത് മൈക്രോ കൺട്രോളർ ബേസ്ഡ് ആണ്. അതിനകത്ത് കുറെ പിന്നുകളുണ്ട്, ഡിജിറ്റൽ പിന്നും അനലോഗ് പിന്നുകൾ ഉണ്ടെന്നൊക്കെ ഞാൻ ഇന്നലെ പറഞ്ഞതാണ്. അപ്പൊ അതൊരു ഓപ്പൺ സോഴ്സ് പ്രോട്ടോടൈപ്പിംഗ് പ്ലാറ്റ്ഫോം ആണെന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതിനകത്ത് സോഫ്റ്റ്വെയർ നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു IDEയിലാണ് ചെയ്യുന്നത്.
ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് എൻവയോൺമെന്റിലാണ് അതിന്റെ സോഫ്റ്റ്വെയർ നമ്മൾ പ്രോഗ്രാം ചെയ്യുന്നത്. അതുകൂടെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഹാർഡ്വെയർ സ്പെസിഫിക്കേഷൻ ക്യാൻ ബി കംപ്ലീറ്റ് ടു ഇന്ററാക്റ്റീവ് ഇലക്ട്രോണിക്സ് ആൻഡ് സോഫ്റ്റ്വെയർ ഇൻക്ലൂഡ്സ് ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് എൻവയോൺമെന്റിലാണ് ചെയ്യുന്നത്. നമുക്ക് പ്രാക്ടിക്കൽ ഓറിയന്റഡ് അല്ലാത്തതുകൊണ്ട് നമുക്ക് അവിടെ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഐഡിയിലാണ് സോഫ്റ്റ്വെയർ ചെയ്യുന്നതെന്നൂടെ നോട്ട് ചെയ്ത് വെക്കുക. അതായത് നമ്മളൊരു പ്രോഗ്രാം ഐഡിയിൽ ചെയ്തു. അതായത് എനിക്കിപ്പോ ഒരു അലാറം സെറ്റ് ചെയ്യണം. ബർഗർ അലാറം നമുക്ക് കേട്ടിട്ടില്ലേ? കള്ളന്മാരൊക്കെ വരുമ്പോൾ നമ്മള് ഈ ഗേറ്റിലൊക്കെ വീടുകളിലൊക്കെ പിടിപ്പിച്ചേക്കുന്നുണ്ട് അല്ലെ? ഗേറ്റ് വന്ന് തുറക്കുമ്പോഴേ അലാറം വലിയ സൗണ്ടിലടിക്കും. ഇപ്പോഴല്ലേ അകത്തിരിക്കുന്നവർക്ക് പെട്ടെന്നല്ലേ അലാറം വരുമ്പോ. അപ്പൊ അതൊക്കെ ഓർത്ത് നോക്കിയേ. അപ്പൊ അതൊക്കെ പ്രാക്ടിക്കലായിട്ട് എല്ലായിടത്തും ഇപ്പൊ ഉണ്ട്. പക്ഷെ അതൊന്ന് ചെയ്ത് നമുക്കൊരു പ്രോട്ടോടൈപ്പിംഗ് വെച്ചാൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ആർഡിനോയുടെ ഐഡിയിലാണ്. ആർഡിനോ ഐഡി നമുക്ക് നെറ്റിൽ നിന്ന് ഈസിയായിട്ട് ഓപ്പൺ സോഴ്സ് ആണ്, ഈസിയായിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. എന്നിട്ട് നമ്മളവിടെ പ്രോഗ്രാം എഴുതുന്നത് എംബഡഡ് സിയിലെ പ്രോഗ്രാം എഴുതുന്നത്. സിയിൽ എഴുതി പിന്നെ നമുക്കത് അതിന്റെ ഔട്ട്പുട്ട് എങ്ങനെയാണെന്ന് റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹാർഡ്വെയർ ഡിവൈസസ് വെച്ച് വേണമെങ്കിൽ റൺ ചെയ്യാം. ഹാർഡ്വെയർ മേടിക്കാൻ കോസ്റ്റ്ലി ആയതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ടിങ്കർ കാർഡ് ചെയ്യാം. ടിങ്കർ കാർഡ് സിമുലേറ്റർ ഇല്ലേ? ടിങ്കർ കാർഡ് എന്ന് പറയുന്ന സിമുലേറ്റർ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. TINKERCIUD ടിങ്കർ കാർഡ് www.tinkercard.com കയറി വേണമെങ്കിൽ നമുക്ക് അതിനെ പ്രോഗ്രാം ചെയ്യാം. അതായത് സർക്യൂട്ട് അവിടെ ജനറേറ്റ് ചെയ്താൽ മതി. ബ്രെഡ് ബോർഡും ആർഡിനോ ബോർഡും ജമ്പർ വയറുകളും പിന്നെ എന്തെങ്കിലും ഒരു ഇപ്പൊ സെൻസറുകളും അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ആക്ച്വേറ്റേഴ്സും ഒക്കെ വെച്ച് കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഇത് ചെയ്തിട്ട് റൺ ചെയ്ത് ഔട്ട്പുട്ട് കാണുക. അതാണ് ദാറ്റ് ഈസ് പ്രോട്ടോടൈപ്പിംഗ്. ദെൻ റാസ്പിയൻ. റാസ്പിയൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നലെ റാസ്ബെറി പൈ പറഞ്ഞില്ലേ? അപ്പൊ റാസ്ബെറി പൈ ഹാർഡ്വെയറായി ഒപ്റ്റിമൈസ് ചെയ്ത ഡിബൈനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഓപ്പൺ സോഴ്സ് ആണ് റാസ്പിയൻ കേട്ടോ. അതിനും ഒരു ഐഡി ഉണ്ട്. ഐഡി ക്രിയേറ്റഡ് ഫോർ റാസ്ബെറി പൈ ബോർഡ്. റാസ്ബെറി പൈ ഹാർഡ്വെയർ ആക്കി ഒപ്റ്റിമൈസ് ചെയ്ത ഡിബൈനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഓപ്പൺ സോഴ്സ് OS ആണ് റാസ്പിയൻ. റാസ്ബെറി പൈ എനിക്ക് തോന്നുന്നു മൈക്രോ പ്രോസസർ ആണ് വർക്ക് ചെയ്യുന്നത്. ആർഡിനോയിലാണ് മൈക്രോ കൺട്രോളർ. മൈക്രോ കൺട്രോളർ എന്ന് പറഞ്ഞാൽ മൈക്രോ പ്രോസസർ നമ്മൾ കമ്പ്യൂട്ടറിനകത്ത് മൈക്രോ പ്രോസസർ അല്ലേ ഉള്ളത്. പക്ഷെ മൈക്രോ കൺട്രോളർ എന്ന് പറയുന്നത് അങ്ങനെയല്ല, ഒരു സ്മോൾ കമ്പ്യൂട്ടർ ആണ്. അതിനകത്ത് കുറെ ഇന്റഗ്രേറ്റഡ് സർക്യൂട്ടുകളും IC അതായത് മൈക്രോ ചിപ്പുകളും ഒക്കെ കാണും. ഒരു ഡിവൈസിൽ എംബഡ് ചെയ്ത് വെച്ചിരിക്കുമായിരിക്കും ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് എക്ലിപ്സ് IoT, വേറൊരു പ്രോട്ടോടൈപ്പിംഗ് ടൂളാണ് എക്ലിപ്സ് IoT എന്ന് പറഞ്ഞാല് ഓപ്പൺ സോഴ്സ് IoT പ്രോജക്റ്റുകൾക്ക് മുൻനിരയിൽ നിൽക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് എക്ലിപ്സ് IoT. അതായത് ഓപ്പൺ സോഴ്സ് IoT പ്രോജക്റ്റുകളുണ്ട്, അവ ചെയ്യാൻ വേണ്ടി നമ്മൾ എടുക്കുന്നതാണ് എക്ലിപ്സ് IoT. ഇതൊരു ബിൽഡിംഗ് ആൻഡ് എക്സ്റ്റൻസിബിൾ ഡെവലപ്മെന്റ് പ്ലാറ്റ്ഫോം റൺ ടൈംസ് ആൻഡ് ആപ്ലിക്കേഷൻ ഫ്രെയിംവർക്ക് ഫോർ സോഫ്റ്റ്വെയർസ് എക്സെട്ര. Lua programming languages which is promoted at the best suited programming language for IoT. Lua എന്ന് കേട്ടിട്ടുണ്ട്, LUA. ആ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആയിരിക്കും ഈ ഒരു പ്രോട്ടോടൈപ്പിൽ യൂസ് ചെയ്യുന്നത്. അതായത് ലൈറ്റ് വെയിറ്റ് ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ദാറ്റ് ഈസ് യൂസ്ഡ് ഫോർ സ്ക്രിപ്റ്റിംഗ് ആൻഡ് റാപ്പിഡ് പ്രോട്ടോടൈപ്പിംഗ്. എക്ലിപ്സ് IoT എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമില് ലുവ പ്രോഗ്രാമിംഗ് യൂസ് ചെയ്ത് ആർഡിനോയ്ക്കകത്ത് എംബഡഡ് സി എന്ന് പറഞ്ഞില്ലേ എന്ന് പറയുന്ന പോലെ ഇവിടെ എക്ലിപ്സ് IoTക്കകത്ത് ലുവ പ്രോഗ്രാമിംഗ് യൂസ് ചെയ്തായിരിക്കും പ്രോഗ്രാം ഡെവലപ്പ് ചെയ്ത് പ്രോട്ടോടൈപ്പിംഗ് കാണിക്കുന്നത്. ലുവ എന്ന് പറഞ്ഞാൽ ലുവ നമ്മൾ അങ്ങനെ പഠിച്ചിട്ടൊന്നുമില്ല. ലുവ പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാൽ ലൈറ്റ് വെയിറ്റ് ആയിരിക്കും. ലൈറ്റ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ റീലബിൾ ആയിരിക്കും, സെക്യൂർ ആയിരിക്കും. അത് ലൈറ്റ് വെയിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആയിരിക്കും. പൈത്തൺ ഒക്കെ ഹൈ ലെവൽ അല്ലേ. ആൻഡ് ദാറ്റ് ഈസ് യൂസ്ഡ് ഫോർ സ്ക്രിപ്റ്റിംഗ് ആൻഡ് റാപ്പിഡ് പ്രോട്ടോടൈപ്പിംഗ്. അതായത് സ്ക്രിപ്റ്റിംഗ് അതുപോലെ റാപ്പിഡ് പ്രോട്ടോടൈപ്പിംഗ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യാൻ പറ്റും. പിന്നുള്ള ടെസൽ 2 എന്ന് പറഞ്ഞാല് ഇറ്റ് ഈസ് യൂസ്ഡ് ടു ബിൽഡ് IoT ആപ്ലിക്കേഷൻസ് ആൻഡ് പ്രോട്ടോടൈപ്സ്. That is a developer can avail Ethernet connectivity, Wi-Fi connectivity or to USB port or micro USB port, 32 megabyte flash, 64 megabyte of RAM. ഇതൊക്കെ ഉള്ളതായിരിക്കും ഒരു ടെസലിന്റെ ഒരു IoTയുടെ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ ടെസൽ 2 എന്ന് പറയുന്നത് ഒരു IoT പ്ലാറ്റ്ഫോം ആണ്, നോട്ട് ചെയ്ത് വെക്കുക. Then platform for ID, integrated development environment, the closed platform for IoT ID. It comes with integrated debugger. Either a developer can port ID and Atom editor and it is installed in a plugin. So that's one platform ആണ്. ഏത് പ്ലാറ്റ്ഫോം IoT ID. അപ്പൊ ഇത്രയും പ്ലാറ്റ്ഫോമുകൾ
അല്ലെ ടൂൾസുകൾ യൂസ് ചെയ്താണ് ഒരു പ്രോട്ടോടൈപ്പിംഗ് ടൂൾസ് ആയിട്ട് പറയുന്നത്. ആർഡിനോ, റാസ്പിയർ, എക്ലിപ്സ് IoT, ടെസൽ, പ്ലാറ്റ്ഫോം ഫോർ ID, ലാസ്റ്റ് ഓർമ്മ സോറി, കിനോമ, KINOMA. എ മാർബൽ സെമി കണ്ടക്ടർ ഹാർഡ്വെയർ പ്രോട്ടോടൈപ്പിംഗ് പ്ലാറ്റ്ഫോം ആണ് കിനോമ. എ മാർബൽ സെമി കണ്ടക്ടർ അല്ലെ, കണ്ടക്ടറും സെമി വൈദ്യുതിയുടെ നല്ല ചാലകങ്ങളും അർത്ഥചാലകങ്ങളും ഒക്കെ നമ്മൾ ചെറിയ ക്ലാസ് പഠിച്ചിട്ടില്ലേ. അപ്പൊ ഒരു സെമി കണ്ടക്ടർ ഹാർഡ്വെയർ പ്രോട്ടോടൈപ്പിംഗ് പ്ലാറ്റ്ഫോം ആണ്. അതായത് IoT പ്രൊഡക്റ്റുകൾക്കായിട്ടുള്ള സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്നതിനുള്ള ഒരു ഓപ്പൺ സോഴ്സ് ക്രോസ് പ്ലാറ്റ്ഫോം സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ഗ്രൂപ്പാണ് കിനോമയിലുള്ളത് കേട്ടോ. അപ്പൊ അത്രയും പേരുകളെങ്കിലും ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് പറയുന്നത് IoT ആപ്ലിക്കേഷൻ ടെസ്റ്റിംഗ് സ്ട്രാറ്റജീസ് ഏതൊക്കെയാണ്, ഏതൊക്കെ ടെസ്റ്റിംഗ് സ്ട്രാറ്റജീസ് വരാം IoT പ്ലാറ്റ്ഫോമിൽ. ഫസ്റ്റ് വൺ പറയുന്നത് പെർഫോമൻസ് സെറ്റിംഗ്. പെർഫോമൻസ് സെറ്റിംഗ് പെർഫോമൻസ് സെറ്റിംഗ് എന്ന് പറഞ്ഞാല്, ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാല് performing testing is usually conducted as to determine how rapid the functioning of a communication network model is. അതായത് ഒരു കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് മോഡലിന്റെ പ്രവർത്തനം എത്ര വേഗത്തിലാണെന്ന് നിർണ്ണയിക്കാൻ യൂസ് ചെയ്ത ടെസ്റ്റിംഗ് ആണ് പെർഫോമൻസ് ടെസ്റ്റിംഗ്. ഫസ്റ്റ് ലൈനകത്ത് തന്നെ മീനിങ് ഉണ്ട്. ദിസ് ടെസ്റ്റിംഗ് ഓൾസോ ലുക്സ് ഇൻ ദി കമ്പ്യൂട്ടേഷൻ കേപ്പബിലിറ്റീസ് ഓഫ് ദി ഇന്റേണൽ പാർട്ട് ഓഫ് ദി സോഫ്റ്റ്വെയർ സിസ്റ്റം. സോഫ്റ്റ്വെയർ സിസ്റ്റത്തിന് ഇന്റേണൽ പാർട്ടിലെ കമ്പ്യൂട്ടേഷൻ കേപ്പബിലിറ്റീസ് ടെസ്റ്റ് ചെയ്യുകയാണ് സാധാരണയായിട്ട് ചെയ്യുന്നത്. IoT പെർഫോമൻസ് ടെസ്റ്റിംഗ് ഓഫ് ദി ഫ്രെയിംവർക്ക് യൂഷ്വലി ഡൺ അറ്റ് 3 levels. നെറ്റ്വർക്ക് ആൻഡ് ഗേറ്റ്വേ ലെവൽ വിച്ച് ഇൻവോൾവ്സ് പ്രോട്ടോകോൾ സച്ച് ആസ് HTTP, MQTT കേട്ടോ. അപ്പൊ മൂന്ന് ലെവൽ ഉണ്ട്. ഒന്ന് നെറ്റ്വർക്ക് ആൻഡ് ഗേറ്റ്വേ ലെവല്. നെറ്റ്വർക്ക് ആൻഡ് ഗേറ്റ്വേ ലെവൽ എന്ന് പറയുന്നത് HTTP, MQTT അല്ലെ, മെസ്സേജ് ക്യൂവിൻ ടെലിമെട്രി ട്രാൻസ്പോർട്ട് ഇല്ലേ. അപ്പൊ ഇത് ഏതെങ്കിലും പ്രോട്ടോകോളുകളായിരിക്കും അവിടെ വരുന്നത്. പിന്നെ സിസ്റ്റം ലെവൽ ഉണ്ട്, ആപ്ലിക്കേഷൻ ലെവൽ ഉണ്ട്. എ ഗുഡ് എക്സാമ്പിൾ ഓഫ് പെർഫോമിംഗ് IoT ടെസ്റ്റിംഗ് ഈസ് ദി വെരിഫിക്കേഷൻ റെസ്പോൺസ് ടൈം അഗൈൻസ്റ്റ് എ സ്പെസിഫിക് ബെഞ്ച് മാർക്ക് ടൈം വിത്ത് സ്പെഷ്യലി ഡിഫൈൻഡ് കണക്ടിവിറ്റി തിങ്സ്. അതായത് സ്പെഷ്യലി ഡിഫൈൻ ചെയ്ത കണക്ടിവിറ്റി സെറ്റിംഗ്സുകളെ ഒരു പ്രത്യേക ബെഞ്ച് മാർക്ക് ചെയ്ത സമയത്തിനെതിരായി നമുക്ക് അതിന്റെ പ്രതികരണ സമയം പരിശോധിച്ചിട്ട് ഉറപ്പാക്കുക ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ബെഞ്ച് മാർക്ക് എന്ന് പറഞ്ഞാൽ എന്താ, സാധാരണ എടുക്കുന്ന സമയം ഏതാണ് സ്ഥാപിക്കാൻ അളവുകൾ എടുക്കുക. അങ്ങനെ നമ്മൾ യൂസ് ചെയ്യാം. അതായത് ഇതെന്താ പറയുക, ഒരു കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് മോഡൽ ആ പ്രവർത്തനം എത്രമാത്രം വേഗത്തിലാണ് നിർണ്ണയിക്കുന്നതാണ് പെർഫോമൻസ് സെറ്റിംഗ്സ്. ആ പെർഫോമൻസ് സെറ്റിംഗ്സ് നോക്കണം എന്നുണ്ടെങ്കിൽ അത് സ്പെഷ്യലി ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന കണക്ടിവിറ്റി സെറ്റുകളിൽ നിന്നും ഒരു പ്രത്യേക ബെഞ്ച് മാർക്ക് സമയം എടുക്കുന്നത്. ബെഞ്ച് മാർക്ക് സമയം എന്ന് പറഞ്ഞുകൊണ്ട് സാധാരണ എടുക്കുന്ന സമയം ഏതാണ് സ്ഥാപിക്കാന് അളവുകൾ എടുക്കണം. ഓക്കെ അല്ലേ. നെക്സ്റ്റ് സെക്യൂരിറ്റി ടെസ്റ്റിംഗ്. സെക്യൂരിറ്റി ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ആസ്പെക്ട്സ് ഓഫ് IoT നെറ്റ്വർക്ക് ഡീൽസ് വിത്ത് സെക്യൂരിറ്റി എലമെന്റ്സ് സച്ച് ആസ് പ്രൊട്ടക്ഷൻ ഓഫ് ഡാറ്റ as well as encryption and decryption. It is aimed at providing added security to connected devices, also to the networks and cloud services on which the devices are connected. അതായത് എൻക്രിപ്ഷൻ ഡീക്രിപ്ഷൻ മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് സെക്യൂരിറ്റി ടെസ്റ്റിംഗ് നടത്തുക. എൻക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, it is a process by which a readable message is converted into unreadable form to prevent unauthorized parties to read it. അതാണ് എൻക്രിപ്ഷൻ. നമ്മൾ വാട്സപ്പ് എടുക്കുമ്പോൾ ഏറ്റവും മേളിൽ ഒരാളുടെ ഇപ്പൊ എടുത്ത് നമ്മളൊരു മെസ്സേജ് അയക്കുവാണെങ്കിൽ ഏറ്റവും മേളിൽ കാണത്തില്ല ദിസ് ഡാറ്റ ഇസ് മേ ബി എൻക്രിപ്റ്റഡ്. അത് ഡീക്രിപ്റ്റ് ചെയ്ത് എടുത്ത് തിരിച്ച് പിന്നെ അതിനെ എൻക്രിപ്റ്റ് ചെയ്തെടുക്കുക ചെയ്യുന്നത് അല്ലെ. അപ്പൊ ആ എൻക്രിപ്ഷൻ ഡീക്രിപ്ഷൻ മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് സെക്യൂരിറ്റി ടെസ്റ്റിംഗ് നടക്കുക. ഡീക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ ദി പ്രോസസ് ഓഫ് കൺവേർട്ടിംഗ് ദി എൻക്രിപ്റ്റഡ് മെസ്സേജ് ബാക്ക് ടു ദി ഒറിജിനൽ ടെക്സ്റ്റ്. അതായത് നമ്മൾ ഒറിജിനൽ ടെക്സ്റ്റ് എന്ന് പറയുന്നത് പ്ലെയിൻ ടെക്സ്റ്റ് ആയിരിക്കും. ആ പ്ലെയിൻ ടെക്സ്റ്റിനെ ഹ്യൂമൻ റീഡബിൾ ഫോമിൽ അല്ലാത്തൊരു രീതിയിലോട്ട് കൺവേർട്ട് ചെയ്ത് കൊണ്ടുപോയിട്ട് തിരിച്ച് റിസീവർ എത്തിച്ചെന്ന് കഴിയുമ്പോൾ അതിനെ പിന്നെ ഡീക്രിപ്റ്റ് ചെയ്ത് ഒറിജിനൽ മെസ്സേജ് ആക്കി മാറ്റുക. അങ്ങനെ നമുക്ക് സെക്യൂരിറ്റി ടെസ്റ്റിംഗ് നടത്തുന്നതാണ് സെക്യൂരിറ്റി ടെസ്റ്റിംഗ് കൊണ്ട് പറയുന്നത്. അതായത് അൺഓതറൈസ്ഡ് ആയിട്ട് ആരും കയറിയത് ആക്സസ് ചെയ്യരുത്. പിന്നെ കോമ്പാറ്റബിലിറ്റി ടെസ്റ്റിംഗ് ഉണ്ട്. കോമ്പാറ്റബിലിറ്റി ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ അനുയോജിതമായി നമുക്കതിനെ ടെസ്റ്റ് ചെയ്യാം.
The main purpose of compatibility testing is to validate all the possible functional combinations of devices, their hardware, protocol, and software versions, and as well as OS, such as mobile OS versions, etc. അതായത് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഡിഫറെന്റ് എൻവയോൺമെന്റിലുള്ള ഒരു സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ ഉദ്ദേശിച്ച രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ നമ്മൾ പരിശോധിക്കുന്ന ക്വാളിറ്റി അഷുറൻസ് പ്രോസസ് ആയത്. അതായത് ഡിഫറെന്റ് എൻവയോൺമെന്റിൽ ഒരു സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ വേറെ എൻവയോൺമെന്റിൽ ഒരു പുതിയ സോഫ്റ്റ്വെയർ ഇട്ടു, എന്നിട്ട് നമ്മൾ ഉദ്ദേശിച്ച രീതിയിലാണ് അത് വർക്ക് ചെയ്യുന്നത്, നമ്മൾ അതിനെ പരിശോധിക്കുന്ന ക്വാളിറ്റി അഷുറൻസ് പ്രോസസ് ആണ് ഏത്, കോമ്പാറ്റിബിലിറ്റി ടെസ്റ്റിംഗ്. അതായത് അനുയോജ്യമായ പരിശോധന നടത്തുകയാണ് ചെയ്യുന്നത്. അത് ആപ്ലിക്കേഷൻ ലെയറിലും നെറ്റ്വർക്ക് ലെയറിലും ചെയ്യാൻ പറ്റും. Good example of compatibility testing is verify a particular IoT software supports in a given set of devices. Next, end user application testing ഉണ്ട്. End user, user acceptance testing എന്ന് വേണമെങ്കിലും അതിനെ പറയാം. End user application testing takes into consideration the user experience as well as the usability and functionality of the IoT application. അതായത് it is a software development phase ആണ് ഇത്. അതായത് യൂസർ ആക്സെപ്റ്റൻസ് ടെസ്റ്റിംഗ്, എൻഡ് യൂസർ ആപ്ലിക്കേഷൻ ടെസ്റ്റിംഗ് എന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഡിവൈസ് ഇന്ററോപ്പറബിലിറ്റി ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ദിസ് പ്രോസസ് ടൈപ്പ് ഓഫ് ടെസ്റ്റിംഗ് എയിംസ് ടു ആക്സസ് ദി ഇന്ററോപ്പറബിലിറ്റി ഓഫ് പ്രോട്ടോകോൾസ് ആൻഡ് ഡിവൈസസ് കമ്പയർഡ് വിത്ത് വേരിയിങ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് സ്പെസിഫിക്കേഷൻസ്. അതായത് ഡിവൈസ് ഇന്ററോപ്പറബിലിറ്റി ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോസസ് ആണിത്. വെരിഫൈസ് ദി സിസ്റ്റം ഓർ കമ്പോണൻസ് ദാറ്റ് കമ്മ്യൂണിക്കേറ്റ് ആൻഡ് വർക്ക് ടുഗദർ എഫിഷ്യന്റ്ലി. അതായത് ഇത് കറക്റ്റ് ആയിട്ട് എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കുന്നതാണ്. രണ്ട് സിസ്റ്റങ്ങൾ തമ്മിൽ അല്ലെ കമ്പോണൻസുകൾ തമ്മിൽ കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുന്നതാണ് ഇന്ററോപ്പറബിലിറ്റി ടെസ്റ്റിംഗ്. അപ്പൊ ഇങ്ങനെ കുറെ ടെസ്റ്റിംഗ് നടത്തും. എന്തിനാണ് ഈ ടെസ്റ്റിംഗ് നടത്തുന്നത്? അതായത് ഇതിന്റെ പെർഫോമൻസ് ഉണ്ടോ, ഇത് കാര്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ, അതിന്റെ ടെസ്റ്റിംഗ് സ്ട്രാറ്റജീസ് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, അത് പഠിച്ചു വെച്ചോണം. ഒന്ന് പെർഫോമൻസ് ടെസ്റ്റിംഗ്, 2 സെക്യൂരിറ്റി ടെസ്റ്റിംഗ്, 3 കോമ്പാറ്റബിലിറ്റി ടെസ്റ്റിംഗ്, 4 എൻഡ് യൂസർ ആപ്ലിക്കേഷൻ ടെസ്റ്റിംഗ്, ദെൻ ഡിവൈസ് ഇന്ററോപ്പറബിലിറ്റി ടെസ്റ്റിംഗ്. നെക്സ്റ്റ്, സെക്യൂരിറ്റി ഇഷ്യൂസ് ഇൻ IoT. IoTക്കകത്തെ സെക്യൂരിറ്റി ഇഷ്യൂസ് എന്തൊക്കെയാന്ന് നമുക്ക് നോക്കാം. അത് നമ്മൾ മുമ്പേ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉള്ളൂ. അതായത് IoTയിലെ പല ഡിവൈസസുകളും വലിയ സ്കെയിലിൽ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പം സെൻസറുകളൊക്കെ ഉണ്ട്, അതൊക്കെ നമ്മൾ ഇതായിട്ട് നോക്കണം. പിന്നെ എന്താ പറയുന്നത്, അതായത് IoT ഡിവൈസസിൽ ഒരുമാതിരി പ്രോബബിൾ ആയിട്ടുള്ള നമ്പർ ഓഫ് ലിങ്കുകൾ ഇന്റർ കണക്ട് ചെയ്ത് വെച്ചിരിക്കും. അപ്പം അതൊക്കെ സിമിലർലി നമ്മൾ സെക്യൂരിറ്റി ഇഷ്യൂസിനകത്ത് വരുന്നതാണ്. പിന്നെ പാരഗ്രാഫിൽ പറയുന്ന ഓതന്റിക്കേഷൻ ചെയ്യുക, ഇൻഫോർമേഷൻ സെക്യൂരിറ്റി കൊടുക്കുക, DDoSൽ നിന്നും അറ്റാക്കിൽ നിന്നൊക്കെ രക്ഷപ്പെടുക. ഇന്നലെ അതൊക്കെ പറഞ്ഞ DDoS ഒക്കെ അല്ലെ, ഡിനിയൽ ഓഫ് സർവീസ്. പിന്നെ പറയുന്നത് one of the most prevalent attack in the IoT is the man in the middle, where a third-party hijack communication channel is aimed at spoofing identities of the palpable nodes which are involved in networking exchange. Man in the middle attack effectively makes a bank server recognize the transaction being done by valid event, since the adversary does not have to know the identity of the supposed victim. അതായത് man in the middle attack, അതായത് എന്താ പറയുന്നത്, തേർഡ് പാർട്ടി അറ്റാക്ക് വരാതിരിക്കാൻ നോക്കുക. മാൻ ഇൻ ദി മിഡിൽ എന്ന് പറയുമ്പോൾ തേർഡ് പാർട്ടി അറ്റാക്ക്. പിന്നെ ഇൻഫോർമേഷൻ സെക്യൂരിറ്റിയെ നമ്മൾ നോക്കണം. അതുപോലെ ഓതന്റിക്കേഷൻ, അതാണ് അതിന്റെ മുകളിലത്തെ പാരഗ്രാഫിൽ പറയുന്നത്. ആ സെക്യൂരിറ്റി അതൊക്കെ നമുക്ക് ഇനി എഴുതാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. നമ്മൾ ഇന്നലെ ഇതിനെ കുറിച്ചെല്ലാം ചർച്ച ചെയ്തതാ. അതായത് ക്ലൗഡിന്റെ സെക്യൂരിറ്റി തന്നെയാണ് നമുക്കിവിടെ ഏത് IoTയുടെ സെക്യൂരിറ്റി ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. പിന്നെ ലാസ്റ്റ് ഹെഡിങ്ങിൽ, സെക്കൻഡ് ലാസ്റ്റ് ഹെഡിങ്ങിൽ പറയുന്നുണ്ട് സെക്യൂരിറ്റി ഇഷ്യൂസ് ലെയർ വൈസ് പറയുന്നുണ്ട്. ബേസിക് 3 ലെയർ ആർക്കിടെക്ചർ, നെയിമിലി പെർസെപ്ഷൻ ലെയർ, ഗേറ്റ് വേ ലെയർ ആൻഡ് ക്ലൗഡ് ലെയർ. 3 ലെയറിലെ സെക്യൂരിറ്റിയും കൂടെ അവിടെ പറയുന്നുണ്ട്. പെർസെപ്ഷൻ ലെയർ, ഗേറ്റ് വേ ലെയർ ആൻഡ് ക്ലൗഡ് ലെയർ. പെർസെപ്ഷൻ ലെയർ എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ ഫിസിക്കൽ ലെയർ which includes sensor for sensing and gathering information about the surrounding environment such as temperature, humidity, pressure, etc.
കേട്ടോ. അപ്പൊ ആ പെർസെപ്ഷൻ ലെയറിലെ സെക്യൂരിറ്റി ഒന്ന് ചെക്ക് ചെയ്യണമെന്ന്. അതായത് ഇതൊരു ഫിസിക്കൽ ലെയർ ആണ്, അവിടെയാണ് സെൻസറുകളും സെൻസിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ ഗേറ്റ് വേ ലെയർ ഉണ്ട്. ഗേറ്റ് വേ ലെയർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ കണക്ടിങ് നെറ്റ്വർക്ക് ഡിവൈസസ്, ഇന്റർകണക്ടഡ് സ്മാർട്ട് ഡിവൈസസ് ആൻഡ് സെർവേഴ്സ്. അതായത് മറ്റേ നമ്മൾ സെൻസറാ ഏറ്റവും പുറമെയുള്ള ലെയർ വന്നു. അല്ലാതെ റെസ്പോൺസിബിൾ ഫോർ കണക്ടിങ് നെറ്റ്വർക്കിനെ തമ്മിൽ കണക്ട് ചെയ്യുകയോ അല്ലെ സെർവറുകളെ തമ്മിൽ കണക്ട് ചെയ്യുകയോ സ്മാർട്ട് ഡിവൈസസുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന യൂസ് ചെയ്യുന്ന ലെയർ ആണ് ഗേറ്റ് വേ ലെയർ. ദിസ് ലെയർ ഈസ് ഓൾസോ യൂസ്ഡ് ഫോർ ട്രാൻസ്മിറ്റിംഗ് ആൻഡ് പ്രോസസിങ് സെൻസർ ഡാറ്റ. സെൻസർ ഡാറ്റയെ ട്രാൻസ്മിറ്റ് ചെയ്യുകയോ പ്രോസസ് ചെയ്യുകയാണ് ഈ ഒരു ലെയർ ചെയ്യുന്നത്. പിന്നെ ലാസ്റ്റ് ലെയർ പറയുന്നത് ക്ലൗഡ് ലെയർ. ക്ലൗഡ് ലെയർ എന്ന് പറയുമ്പോൾ ബാക്ക്-എൻഡ് സർവീസസ് റിക്വയർഡ് ടു സെറ്റ് അപ്പ്, മാനേജ്, ഓപ്പറേറ്റ്, എക്സ്ട്രാക്ട് ബിസിനസ് വാല്യൂ ഫ്രം ആൻ IoT സിസ്റ്റം. അതായത് ബാക്ക്-എൻഡ് സർവീസ് ആണ് അവിടെ വരുന്നത്. ബാക്ക്-എൻഡ് സർവീസ് എന്ന് പറയുന്നത് നമുക്കറിയാം ക്ലൗഡ് ലെയറിൽ വരുന്നത്. അവിടെ സെറ്റപ്പും മാനേജും ഓപ്പറേഷനും ഒക്കെയാണ് സാധാരണ നടക്കുന്നത്. അപ്പൊ അത്രയും കൂടെ, അതായത് അവിടെ ഓരോന്നും പറയുമ്പോൾ അതിന്റെ ത്രെഡ് കൂടെ പറയുന്നുണ്ട്, ഓരോ ലെയറിലെ ത്രെഡ് കൂടെ പറയുന്നുണ്ട്. അതുകൊണ്ട് ജസ്റ്റ് നോക്കണം. അതായത് പെർസെപ്ഷൻ ലെയർ എന്താണെന്നാ പറയുക, സെൻസറുകളൊക്കെ ആക്സസ് ചെയ്യുന്ന ലെയർ ആണ്. അവിടെ വേണമെങ്കിൽ DOS സംഭവിക്കാം, ഡെനിയൽ ഓഫ് സർവീസ് അറ്റാക്ക് വരാം, ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക് വരാം, ഇൻസേർഷൻ ഓഫ് ഫോർവേഡ് നോട്ട്സ് വരാം, ഹാർഡ്വെയർ ജാമിങ് വരാം. ഇതൊക്കെ എവിടെയായിരിക്കും? പെർസെപ്ഷൻ ലെയറിൽ സംഭവിക്കാവുന്ന കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. പിന്നെ ഗേറ്റ് വേ ലെയർ പറയുമ്പോൾ ഏതാ, അവിടെയും ഇതൊക്കെ തന്നെ ഡെനിയൽ ഓഫ് സർവീസ് വരാം, സെഷൻ ഹൈജാക്കിംഗ് അറ്റാക്ക് വരാം, മാൻ ഇൻ ദി മിഡിൽ MIM അറ്റാക്ക്. അതൊക്കെ നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ പറഞ്ഞു പോയതാ, മാൻ ഇൻ ദി മിഡിൽ എന്താന്ന് അല്ലെ, MIM അറ്റാക്ക്. അതായത് മാൻ ഇൻ ദി മിഡിൽ എന്ന് പറയുന്ന ഒരു സൈബർ അറ്റാക്ക് എന്ന് ജസ്റ്റ് വേണം നോട്ട് ചെയ്ത് വെക്കാം. സൈബർ അറ്റാക്ക് എന്ന് അവിടെയും പറഞ്ഞത്. പിന്നെ സെഷൻ ഹൈജാക്കിംഗ് അറ്റാക്ക് എന്ന് പറഞ്ഞാല് അതൊരു സൈബർ അറ്റാക്ക് ആണ്. സെഷൻ ID ഒക്കെ സ്റ്റീൽ ചെയ്ത് വെച്ചോണ്ട് എന്നിട്ട് ആ ID യൂസ് ചെയ്തുകൊണ്ട് യൂസറിന്റെ അക്കൗണ്ടിൽ കയറി സെൻസിറ്റീവ് ഇൻഫോർമേഷൻസ് ചോർത്തുന്നു. അപ്പൊ ആ ത്രെഡോടെ നോക്കണം ഓരോ ലെയറിലേതും കേട്ടോ. അപ്പൊ 3 ലെയർ പറയുന്നുണ്ട്. അതായത് സെക്യൂരിറ്റി ഇഷ്യൂസ് IoT എന്തൊക്കെയാന്ന് ചോദിച്ചാൽ മാൻ ഇൻ ദി മിഡിൽ അറ്റാക്ക് ഉണ്ട്, അതുപോലെ ഓതന്റിക്കേഷൻ സെക്യൂരിറ്റി ഉണ്ട്, പിന്നെ ഓതന്റിക്കേഷൻ സെക്യൂരിറ്റി ഉണ്ട്, പിന്നെ ഇൻഫോർമേഷൻ സെക്യൂരിറ്റി ഉണ്ട്. അതുപോലെ പറയുമ്പം ആ 3 ഇതിനെയും പറഞ്ഞ് ലെയറിന്റെ കൺസെപ്റ്റ് കൂടെ പറയുന്നുണ്ട്. ലെയറിന്റെ പെർസെപ്ഷൻ ലെയർ, ഗേറ്റ് വേ ലെയർ, ക്ലൗഡ് ലെയർ, ഈ 3 ലെയറിലെ ത്രെഡും കൂടെ പറയുന്നുണ്ട്. അതുകൂടെ നോക്കുക. നെക്സ്റ്റ് ഈ ചാപ്റ്ററിന്റെ ലാസ്റ്റ് പോയിന്റ് ആണ് കൗണ്ടർ മെഷേഴ്സ്. കൗണ്ടർ മെഷേഴ്സ് basic IoT system requires following to be fulfilled in order to become a secure system. താഴെ പറയുന്ന 5-6 പോയിന്റ്സ് എന്തായാലും എല്ലാ IoT സിസ്റ്റത്തിനും വേണം. എന്താണ്? ഓതന്റിക്കേഷൻ, ഓതറൈസേഷൻ, കോൺഫിഡൻഷ്യാലിറ്റി, ഇന്റഗ്രിറ്റി, നോൺ റെപ്യൂഡേഷൻ. എന്തൊക്കെ വേണം? ഒരു കൗണ്ടർ മെഷർ ഓതന്റിക്കേഷനും ഓതറൈസേഷനും രണ്ടും തമ്മിൽ ഡിഫറൻസ് എന്തായിരിക്കും? ഓതന്റിക്കേഷനും ഓതറൈസേഷനും, അതായത് യൂസർ ഐഡിയും പാസ്വേഡും ക്രെഡൻഷ്യൽസ് കൊടുത്ത് നമ്മൾ കയറുക അല്ലേ, ഓതറൈസ്ഡ് പേഴ്സൺ ആണോ എന്ന് അറിയുന്നു. ഓതന്റിക്കേഷൻ ആ ചെയ്യുന്ന മെത്തേഡ്. ഓതന്റിക്കേഷൻ വെരിഫൈസ് ദി ഐഡന്റിറ്റി ഓഫ് ദി യൂസേഴ്സ് ഓഫ് എ ഡിവൈസ്. ഓതറൈസേഷൻ ചെക്സ് ഫോർവാർഡ് ദി പ്രിവിലേജ് പ്രോസസ് ഓഫ് ദി ഓതറൈസ്ഡ് എൻറ്റിറ്റി ടു എക്സിക്യൂട്ട് എ സിസ്റ്റം. സെന്റൻസോടെ കടപ്പടെ അണ്ടർലൈൻ ചെയ്തോണം. പിന്നെ കോൺഫിഡൻഷ്യാലിറ്റി ഉണ്ട്. അതായത് നമ്മൾ ഇന്നലെ പറഞ്ഞ കോൺഫിഡൻഷ്യാലിറ്റിയും ഇന്റഗ്രിറ്റി ഒക്കെ പറഞ്ഞതാ ഇന്നലത്തെ നോട്ടിന്റെ ഫസ്റ്റ് അതാ പറയുന്നത് അല്ലേ. ഡേറ്റ കോൺഫിഡൻഷ്യൽ ആയിരിക്കണം, അതിന്റെ സമഗ്രത സൂക്ഷിക്കണം, അത് ചോർത്തിക്കൊണ്ട് പോകാതെ, അങ്ങനെയുള്ള കൗണ്ടർ മെഷേഴ്സ് ഒക്കെ നമ്മൾ IoT പ്ലാറ്റ്ഫോമിൽ യൂസ് ചെയ്യണം എന്നാണ് പറയുന്നത്.
following are the current line list of the top issues of things avoided should be avoided. എന്തൊക്കെ weak, guessable or hard coded password അതൊക്കെ അവോയ്ഡ് ചെയ്യണമെന്ന്. വീക്ക് ഞാനതും കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാ, വീക്ക് ആയിട്ടുള്ളത്. അതുപോലെ എന്താ ഗസ് ചെയ്യാൻ പറ്റുന്ന, ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ സ്റ്റാർ 1 2 3 1 2 3 4 5 6 7 8 9 8 കൊടുക്കാറില്ലെന്ന് തോന്നുന്നു. ഇതൊക്കെ നമ്മൾ ചിലപ്പം ഈ പാസ്വേഡുകളൊക്കെ കൊടുക്കാറില്ലേ, നമ്മുടെ ജിമെയിലിന് കൊടുത്തില്ലേ നമ്മൾ സിസ്റ്റത്തിനൊക്കെ ചിലപ്പോൾ കൊടുത്തു വെക്കും ലാബിലേക്ക്. അല്ലെങ്കിൽ 1 എപ്പോഴും ഓർത്തിരിക്കാൻ 1 1 2 3 അല്ലെ 0 0 0. അപ്പൊ അങ്ങനെ ഗസ് ചെയ്തെടുക്കാൻ പറ്റുന്ന നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് അങ്ങനെയുള്ള ഒന്നും കൊടുക്കാതിരിക്കുക. ഇൻസെക്യൂർ ആയിട്ട് നെറ്റ്വർക്ക് സർവീസസുകൾ എടുക്കാതിരിക്കുക. അതുപോലെ ഇൻസെക്യൂർ ആയിട്ടുള്ള ഇന്റർഫേസസുകൾ എടുക്കാതിരിക്കുക. ലാക്ക് ഓഫ് സെക്യൂർ അപ്ഡേറ്റ് മെക്കാനിസം, യൂസ് ഓഫ് ഇൻസെക്യൂർ ഓർ ഔട്ട്ഡേറ്റഡ് കമ്പോണൻസ്, ഔട്ട്ഡേറ്റ് ആയിട്ടുള്ള കമ്പോണൻസ് എടുക്കാതിരിക്കുക. അങ്ങനെ പറഞ്ഞ കുറെ പോയിന്റ്സ് നമ്മൾ അവോയ്ഡ് ചെയ്യണം നമ്മൾ കൊടുത്തിട്ടുണ്ട്. ലാക്ക് ഓഫ് ഡിവൈസ് മാനേജ്മെന്റ്, ഇൻസെക്യൂർ ഡിഫോൾട്ട് സെറ്റിംഗ്സ് ഒക്കെ ഡിഫോൾട്ട് സെറ്റിംഗ്സ് ഒക്കെ ഇൻസെക്യൂർ ആണെങ്കിൽ അതൊന്നും ഓപ്പൺ ചെയ്തേക്കരുതെന്ന്. അപ്പൊ അവിടെ ലാസ്റ്റ് ടേബിൾ കൊടുത്തിരിക്കുന്ന കാര്യം കൂടെ നോക്കാം, നമുക്ക് എന്നിട്ട് ഫിനിഷ് ചെയ്യാം. കൗണ്ടർ മെഷേഴ്സ് ഫോർ ടു ഇംപ്രൂവ് സെക്യൂരിറ്റി. എന്തൊക്കെയാണ് കൗണ്ടർ മെഷേഴ്സ്, ഏതൊക്കെ വരാം നോക്കാം. നോക്കിയേ, ഓതന്റിക്കേഷൻ എന്ന് പറഞ്ഞാൽ യൂസ് സെക്യൂരിറ്റി ക്രെഡൻഷ്യൽസ്, യൂസ് ഐഡന്റിറ്റി ആൻഡ് ആക്സസ് മാനേജ്മെന്റ് മെത്തേഡ്സ്. അതായത് ഓതന്റിക്കേഷൻ എന്ന് പറയുന്നത് സെക്യൂരിറ്റി ആട്രിബ്യൂട്ട് എന്താ പറയുന്നത്, യൂസ് സെക്യൂരിറ്റി ക്രെഡൻഷ്യൽസ്, യൂസ് ഐഡന്റിറ്റി ആൻഡ് ആക്സസ് ഓഫ് മാനേജ്മെന്റ് മെത്തേഡ്സ്. അതായത് നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ക്രെഡൻഷ്യൽസ് കൊടുക്കണം. ഐഡന്റിഫിക്കേഷൻ ഓഫ് യൂസേഴ്സ് ആൻഡ് ഡിവൈസസ് need to be done and need to contour strong security credentials for the devices by removing the default credentials. Credentials user ID password. അപ്പൊ നമ്മളത് സെക്യൂരിറ്റിക്ക് വേണ്ടി കറക്റ്റ് ആയിട്ടുള്ളത് കൊടുക്കണം എന്നുള്ളത്. ഓതറൈസേഷൻ നടക്കുന്ന ഓതന്റിക്കേഷൻ ശേഷം മാത്രമേ ഓതറൈസേഷൻ നടക്കത്തുള്ളൂ. അപ്പൊ നെക്സ്റ്റ് ആണ് ഓതറൈസേഷൻ കൊടുത്തിരിക്കുന്നത്. ഓതറൈസേഷൻ എന്ന് പറഞ്ഞാൽ ഡിറ്റർമിൻസ് എ യൂസേഴ്സ് ലെവൽ ഓഫ് ആക്സസ് ആൻഡ് ഗ്യാരണ്ടീസ് ബേസ്ഡ് ഓൺ ദി ലെവൽ. അതായത് ക്രിപ്റ്റോഗ്രഫി ടെക്നിക്ക് യൂസ് ചെയ്തുകൊണ്ടായിരിക്കും ഈ ഒരു ഓതറൈസേഷൻ പ്രോസസ്സ് നടക്കുന്നത്. പിന്നെ കോൺഫിഡൻഷ്യൽ ആയിരിക്കണം. അപ്രോപ്രിയേറ്റ് എൻക്രിപ്ഷൻ മെക്കാനിസംസ് ഒക്കെ ഡിവൈസ് യൂസ് ചെയ്തുകൊണ്ട് വേണം ചെയ്യാൻ. പിന്നെ ഡേറ്റ ഇന്റഗ്രിറ്റി നടത്താൻ ഹാഷിംഗ് അൽഗോരിതംസ് യൂസ് ചെയ്യാം കേട്ടോ, ഡേറ്റ ഇന്റഗ്രിറ്റി നടത്താൻ. അതായത് ഹാഷിംഗ് അൽഗോരിതംസ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ദി പ്രോസസ് ഓഫ് കൺവേർട്ടിംഗ് ഇൻപുട്ട് ഡേറ്റ ടു എനി സൈസ് ഇൻടു ഫിക്സഡ് സൈസ് വാല്യൂസ്, യൂഷ്വലി ഫോർ ദി പർപ്പസ് ഓഫ് ഫാസ്റ്റ് ഡേറ്റ റിട്രീവൽ. അതായത് ഹാഷിംഗ് അൽഗോരിതംസ് യൂസ് ചെയ്ത് നമ്മൾ ഓരോ അൽഗോരിതം പറഞ്ഞിട്ടില്ലേ, റൗണ്ട് റോബിൻ അല്ലെങ്കിൽ മിൻ മാക്സ് മിൻ, ഇങ്ങനെ പറയും കുറെ അൽഗോരിതം പഠിച്ചില്ലേ എന്ന് പറയുന്നത് പോലെ ഓതറൈസേഷന് വേണ്ടി അല്ലെ സെക്യൂരിറ്റിക്ക് വേണ്ടി നമ്മൾ ഹാഷിംഗ് അൽഗോരിതംസ് യൂസ് ചെയ്യുക. അതായത് എന്തായിരിക്കും അതിന്റെ ഇത് പറഞ്ഞാൽ, നോൺ ടാമ്പറിംഗ് ഓഫ് ഡേറ്റ ക്യാൻ ബി അഷ്വേർഡ് ബൈ വേരിയസ് ഹാഷിംഗ് ടെക്നോളജീസ്. അതായത് ദി പ്രോസസ് ഓഫ് കൺവേർട്ടിംഗ് ഇൻപുട്ട് ഡേറ്റ ടു എനി സൈസ്, നമ്മൾ കൊടുക്കുന്ന ഡേറ്റ ഇല്ലേ അത് എനി സൈസിലാകാം, ഇൻറ്റു ഫിക്സഡ് സൈസ് വാല്യൂസ്, അതൊരു ഫിക്സഡ് സൈസിലോട്ട് കൺവേർട്ട് ചെയ്യുക. യൂഷ്വലി ഫോർ ദി പർപ്പസ് ഓഫ് ഫാസ്റ്റ് ഡേറ്റ റിട്രീവൽ. അത് എന്തിനാ അങ്ങനെ ചെയ്യുന്നത്, ഫാസ്റ്റ് ആയിട്ട് ഡേറ്റ റിട്രീവ് ചെയ്യാൻ വേണ്ടി. പിന്നെ ഉള്ളത് നോൺ റെപ്യൂട്ടേഷൻ എന്ന് പറയുന്ന ഒരു സെക്യൂരിറ്റി സർവീസ് ആണ് റെപ്യൂട്ടേഷൻ. ദാറ്റ് ക്യാരീസ് ദി ഒറിജിൻ ആൻഡ് ഇന്റഗ്രിറ്റി ഓഫ് ഡേറ്റ. ഈ ഡേറ്റ എവിടുന്ന് വന്നു, അതിന്റെ ഒറിജിൻ എങ്ങനെയാണ്, അല്ലെ അതിന്റെ ഇന്റഗ്രിറ്റി എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ നമ്മുടെ ഒരു സെക്യൂരിറ്റി ആട്രിബ്യൂട്ട് ആണ് നോൺ റെപ്യൂട്ടേഷൻ. അതായത് നോൺ ടാമ്പറിംഗ് ഓഫ് ഡേറ്റയെ നമ്മൾ ആക്യുറേറ്റ് ആയിട്ടും കൺസിസ്റ്റന്റ് ആയിട്ടും നിലനിർത്തണം. ഹാസ് നോട്ട് ബീൻ ആൾട്ടേർഡ് ഓർ ഡിലീറ്റ് വിത്ത് ഓതറൈസേഷൻ പ്രോസസ് ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും കയറി ഡേറ്റയെ നമ്മൾ ഓൾട്ടർ ചെയ്യുകയോ ടാമ്പർ ചെയ്യുകയോ അല്ലെ ഓൾട്ടർ ചെയ്യുകയോ ഡിലീറ്റ് ചെയ്യുകയോ ചെയ്യരുത്. അപ്പൊ ഈ മെഷേഴ്സും കൂടെ കൗണ്ടർ മെഷേഴ്സും കൂടെ യൂസ് ചെയ്താല് നമുക്ക് സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്ത് പറ്റുള്ളൂ. കൗണ്ടർ മെഷേഴ്സ് ഫോർ ഇംപ്രൂവ് ദി സെക്യൂരിറ്റി ഇംപ്രൂവ് ചെയ്യാനുള്ള കൗണ്ടർ മെഷേഴ്സുകളാണ് ഓതറൈസേഷൻ, ഓതന്റിക്കേഷൻ ഫസ്റ്റ്. ഓതന്റിക്കേഷൻ കഴിഞ്ഞാൽ മാത്രമേ ഓതറൈസേഷൻ നടക്കുന്നുള്ളൂ. ഓതറൈസേഷൻ, കോൺഫിഡൻഷ്യാലിറ്റി, ഡേറ്റ ഇന്റഗ്രിറ്റി ആൻഡ് നോൺ റെപ്യൂട്ടേഷൻ. അപ്പൊ ഈ സെക്യൂരിറ്റി ഇംപ്രൂവ്, IoT ഡിവൈസസുകളെ സെക്യൂരിറ്റി ഇംപ്രൂവ് ചെയ്യാനുള്ള ഈ നോട്ടും കൂടെ നോക്കുക. അങ്ങനെ നമ്മുടെ 10th ചാപ്റ്റർ ക്ലോസ് ആയിട്ടുണ്ട്. നമുക്കൊരു യൂണിറ്റ് എടുക്കാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് 2 ചാപ്റ്ററും കൂടിയാണുള്ളത്. നമുക്ക് 2 ദിവസം കൊണ്ട് ക്ലാസ് ഉണ്ടല്ലോ. 10th ചാപ്റ്ററിൽ ഈ പറഞ്ഞിരിക്കുന്ന കുറെ തിയറികളാണ്. പക്ഷേ നമ്മൾ തിയറി ഇത് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. ഇപ്പൊ പറഞ്ഞില്ലേ, ഈ പറഞ്ഞിരിക്കുന്നതൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം കേട്ടോ. അപ്പൊ അത്
മനസ്സിലാക്കി. ഇപ്പൊ പറഞ്ഞ പോലെ കൗണ്ടർ മെഷേഴ്സ് ടു ഇംപ്രൂവ് സെക്യൂരിറ്റി, IoT സെക്യൂരിറ്റിയുടെ കൗണ്ടർ മെഷേഴ്സ് ഏതൊക്കെയാന്ന് ചോദിച്ചാൽ ഈ 5 പോയിന്റ്സ് വെച്ചിട്ട് എഴുതണം. പിന്നെ അതിന്റെ സെക്യൂരിറ്റി ഇഷ്യൂസ് ചോദിച്ചാൽ ഈ പറഞ്ഞിരിക്കുന്ന മാൻ ഇൻ ദി മിഡിൽ അറ്റാക്ക് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് ആ ടേബിൾ എഴുതുക. പിന്നെ ഉള്ളത് IoT ആപ്ലിക്കേഷൻ സ്ട്രാറ്റജീസ് ചോദിക്കാം. ടെസ്റ്റ് സ്ട്രാറ്റജീസ്, പെർഫോമൻസ് ടെസ്റ്റിങ്, സെക്യൂരിറ്റി ടെസ്റ്റിങ്, കോമ്പാറ്റിബിലിറ്റി ടെസ്റ്റിങ്, ആ ടെസ്റ്റിംഗ് എല്ലാം നോക്കി മനസ്സിലാക്കി വെക്കുക. പിന്നുള്ളത് അതിന്റെ തൊട്ട് പിറകിൽ പഠിപ്പിച്ച്, അതായത് എല്ലാ ഹെഡിങ്ങും ആർഡിനോ അതിന്റെ ടൂളുകള്, റാസ്ബെറി പൈ ഇതൊക്കെ പറഞ്ഞില്ലേ, അങ്ങനെ എല്ലാ ടൂളുകളും അതെല്ലാം നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ്. അതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ നോക്കിക്കോണം. ഞാനിപ്പോ പറഞ്ഞു പോകുന്നുണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ക്വസ്റ്റ്യൻസും കൂടെ. എന്നിരുന്നാലും ഈ പറഞ്ഞ കാര്യം കൂടെ ശ്രദ്ധിച്ചു വെക്കണം. പിന്നെ നമുക്കിനി നാളത്തെ ക്ലാസ്സിൽ എടുക്കാനുള്ളത് 10th ചാപ്റ്റർ ആണ്. സോറി 10th അല്ല, 11th ചാപ്റ്റർ. 11th ചാപ്റ്ററിൽ പറയുന്നത് നോക്കിക്കോട്ടെ, ഫോഗ് കമ്പ്യൂട്ടിംഗ് ആൻഡ് എഡ്ജ് കമ്പ്യൂട്ടിംഗ്. എന്താണ് ഫോഗ്, എഡ്ജ് കേട്ടോ? ആ എഡ്ജ് കമ്പ്യൂട്ടിങ്ങിനെ കുറിച്ചാണ് നാളത്തെ ക്ലാസ്സിൽ നമുക്ക് എടുക്കാം. ഇനിയിപ്പോ സമയം ഇപ്പം 10 മിനിറ്റ്സ് തന്നെ ഇല്ലല്ലോ അല്ലെ, അപ്പൊ തുടങ്ങി വെക്കേണ്ട കാര്യം ഇല്ലല്ലോ. അല്ലെ ഫോഗ് ആൻഡ് എഡ്ജ് കമ്പ്യൂട്ടിംഗ് തുടങ്ങി വെക്കായിരുന്നു. തുടങ്ങി വെക്കേണ്ട സമയം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. എന്നിട്ട് നാളത്തെ ക്ലാസ്സിൽ യൂണിറ്റ് 11 എടുക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, ഇല്ലെങ്കിൽ ലെഫ്റ്റ് ആകാം.